കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിന് നന്ദിയോടുകൂടെ സ്തോത്രം. വീണ്ടും നമുക്ക് ദൈവത്തിൽ ഒരുമിച്ചായിരിക്കുവാൻ, തിരുവചനം ധ്യാനിക്കുവാൻ കർത്താവ് നൽകിയ അവസരത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. മൈക്ക് തൽക്കാലം ഇല്ലെങ്കിലും നമുക്ക് കുഴപ്പമില്ല. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ എബ്രായ ലേഖനം 4-ാം അധ്യായത്തിൽ നിന്നാണ് ചിന്തിച്ചത്. 4-ാം അധ്യായത്തിൻ്റെ 13 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ ചിന്തിക്കുകയുണ്ടായി. 4-ാം അധ്യായം 1 മുതൽ 13 വരെയുള്ള വാക്യങ്ങളാണ് ചിന്തിച്ചത്. അതിൻ്റെ 4-ന്റെ 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ ചിന്തിച്ചത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു യോശുവയെക്കാളും ആചാരപരമായ ശബത്തിനേക്കാളും ശ്രേഷ്ഠനാണ്. യേശുക്രിസ്തുവിന്റെ സർവശ്രേഷ്ഠത എന്നുള്ളതാണല്ലോ എബ്രായ ലേഖനത്തിലെ വിഷയം. അപ്പോൾ നമ്മൾ ചിന്തിച്ചു, 1-ാം അധ്യായത്തിൽ പ്രവാചകന്മാരെക്കാൾ ശ്രേഷ്ഠനാണ്, പിന്നെ 1-2 അധ്യായങ്ങളിൽ ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠനാണ്, 3-ാം അധ്യായത്തിൽ മോശയേക്കാൾ ശ്രേഷ്ഠനാണ് എന്ന് ചിന്തിച്ചു. അതിൻ്റെ ഇടയിൽ 2 കാര്യങ്ങൾ കൂടെ ചേർന്ന് വന്നു, രണ്ട് മുന്നറിയിപ്പുകൾ. 2-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 4 വരെയും അതുപോലെ 3-ാം അധ്യായത്തിൻ്റെ 7 മുതൽ ഒടുവിലത്തെ വാക്യം വരെയും അതിനെ ആധാരമാക്കി 2 മുന്നറിയിപ്പുകൾ നമ്മൾ ചിന്തിച്ചു. 4-ാം അധ്യായത്തിൽ 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങളാണ് നമ്മൾ കണ്ടത്. യേശു കർത്താവ് യോശുവയെക്കാളും അതുപോലെ ആചാരപരമായ ശബത്തിനേക്കാളും ശ്രേഷ്ഠനാണ്. നമ്മൾ കണ്ടു, 4-ന്റെ 1 കണ്ടു, അവന്റെ സ്വസ്ഥതയിൽ പ്രവേശിപ്പാനുള്ള വാഗ്ദത്തം ശേഷിച്ചിരിക്കുക, നിങ്ങളിൽ ആർക്കെങ്കിലും അത് ലഭിക്കാതെ പോയി എന്ന് വരാതിരിപ്പാൻ ഭയപ്പെടുക. അപ്പോൾ സ്വസ്ഥതയിൽ ആര് പ്രവേശിച്ചില്ല? ഇസ്രായേൽ മക്കൾ. എന്തുകൊണ്ട് പ്രവേശിച്ചില്ല? ഒറ്റ വാക്കില്, അവിശ്വാസം നിമിത്തം. വിശ്വസിക്കായകയാൽ അവർ പ്രവേശിച്ചില്ല. അവരെ പോലെ നാമും, 2-ാം വാക്യം, അവരെ പോലെ നാമും ഒരു സദ്വർത്തമാനം കേട്ടവരാകൊണ്ട് കേട്ടത് അവർക്ക് ഉപകാരമായി വന്നില്ല. വിശ്വസിക്കായകയാൽ കേട്ടത് അവർക്ക് ഉപകാരമായി വന്നില്ല. 3-ാം വാക്യത്തിൽ കാണുന്നു, വിശ്വസിച്ചവരായ നാമല്ലോ സ്വസ്ഥതയിൽ. അപ്പൊ ആരാണ് പ്രവേശിക്കുന്നത്? വിശ്വസിക്കുന്നവരാണ്. അപ്പോൾ ആ സ്വസ്ഥത എന്ന് പറയുന്നത് ഏതാണ്? ഇസ്രായേൽ മക്കൾക്ക് കൊടുത്ത സ്വസ്ഥത ഏതാണ്? കനാൻ ദേശമാകുന്ന സ്വസ്ഥതയിലേക്കാണ്. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരും, അതൊരു അതിന്റെ സീക്വൻസിൽ പറയുമ്പോൾ അങ്ങനെ അവർക്ക് വിശ്വസിക്കാത്തവർക്ക് ലഭിച്ചില്ലെങ്കിലും ഒരു കൂട്ടം ആളുകൾക്ക് എന്ത് കിട്ടി? സ്വസ്ഥതയിൽ കടന്നു. അതാണല്ലോ നമ്മൾ 8-ാം വാക്യത്തിൽ കാണുന്നത്. യോശുവ അവർക്ക് സ്വസ്ഥത വരുത്തിയെങ്കിൽ പിന്നത്തേതിൽ ഇന്ന് എന്നൊരു ദിവസം നിശ്ചയിക്കുകയില്ലായിരുന്നു. അപ്പോൾ യോശുവ മുഖാന്തരം ബാക്കിയുള്ളവർക്ക് എന്ത് കിട്ടി? സ്വസ്ഥതയിലേക്ക് പ്രവേശിക്കാൻ സാധിച്ചു, കനാൻ ദേശത്തേക്ക് പ്രവേശിച്ചു. അതിനുശേഷമാണ് 95-ാം സങ്കീർത്തനത്തിൽ ദാവീദ് പറയുന്നത്, എന്ത്? ഇന്ന് നിങ്ങൾ അവന്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ മെരീബയിലെ പോലെയും മസാനാളിലെ പോലെയും നിങ്ങളുടെ ഹൃദയം കഠിനമാക്കരുത് എന്ന് പറയുന്നത്. എന്നിട്ട് അവിടെ പറയുന്നുണ്ട്, ഞാൻ അവരെന്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കുകയില്ല എന്ന് എന്റെ ക്രോധത്തിൽ സത്യം ചെയ്തു. അത് അപ്പൊ എത്രയോ വർഷം അവര് കനാൻ ദേശമാണ് സ്വസ്ഥത എങ്കിൽ, യോശുവ അവർക്ക് സ്വസ്ഥത വരുത്തിയെങ്കിൽ, ആ ദൈവിക സ്വസ്ഥത യോശുവ മുഖാന്തരം അവർക്ക് ലഭിച്ചുവെങ്കിൽ, യോശുവയ്ക്കും പിന്നെ നൂറ്റാണ്ടുകൾക്ക് ശേഷം വന്ന ദാവീദ് മുഖാന്തരം ദൈവം പറയുകയാണ്, എന്ത്? ഇന്ന് നിങ്ങൾ അവന്റെ ശബ്ദം. അപ്പൊ ഇന്ന് എന്നൊരു ദിവസം പിന്നെ എന്ത് ചെയ്യുന്നുണ്ട്? അപ്പൊ അതിന്റെ അർത്ഥം യഥാർത്ഥമായ സ്വസ്ഥത എന്തല്ല? കനാൻ ദേശം അല്ല. അപ്പോൾ അവർ പറയും, അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്കൊരു സ്വസ്ഥതയുടെ ദിവസമുണ്ടല്ലോ. അതേതാ? ശബത്ത്. അത് നമ്മൾ അവിടെ കണ്ടു. ദൈവം തന്റെ പ്രവൃത്തികളിൽ നിന്നെന്ന പോലെ എന്നാണ് അവിടെ 4-ാം വാക്യത്തില്, 3-ാം വാക്യത്തിന്റെ സെക്കൻഡ് പാർട്ട്, 3-ന്റെ പകുതിയിൽ നിന്ന് വായിക്കുമ്പോൾ, ലോകസ്ഥാപനത്തിങ്കൽ പ്രവൃത്തികൾ തീർന്നു പോയ ശേഷവും അവരെന്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കില്ല എന്ന് ഞാൻ എന്റെ കോപത്തിൽ സത്യം ചെയ്തു എന്ന് അരുളി ചെയ്തിരിക്കുന്നുവല്ലോ. 7-ാം നാളിൽ ദൈവം തന്റെ സകല പ്രവൃത്തികളിൽ നിന്നും നിവർത്തനായി എന്ന് 7-ാം നാളിനെ കുറിച്ച് പറയുന്നു. അപ്പൊ 7-ാം നാൾ എന്താണ്? സ്വസ്ഥത. ഹി എൻറ്റേർഡ് ഇൻടു റെസ്റ്റ്. ആര്? ദൈവം. അപ്പൊ അതിന്റെ പ്രതീകമായിട്ടാണ് ഇസ്രായേൽ മക്കൾക്ക് എന്ത് കൊടുത്തത്? ശബത്ത് കൊടുത്തത്. ശബത്ത് എന്തിനു വേണ്ടിയിട്ടാ? സ്വസ്ഥതയ്ക്ക് വേണ്ടി. അപ്പൊ ഇസ്രായേൽ മക്കൾ പറയും, നമ്മുടെ സെവൻത് ഡേ അഡ്വന്റിസ്റ്റുകാരും പറയും, ഞങ്ങള് എന്താ ആചരിക്കുന്നേ?
അവര് പറയുന്ന ഞങ്ങൾ ശബത്ത് ആചരിക്കുന്ന ഒത്തിരി മാസങ്ങൾ ഒരു സഹോദരനായിട്ട് ഒരു ഇങ്ങനെ വാദപ്രതിവാദവും സംസാരവും ഒക്കെ നടക്കും. അപ്പൊ അദ്ദേഹം പറയുന്നത് അപ്പൊ നമ്മളെ ഒരു നമ്മൾ ചോദിക്കുവോ, ന്യായപ്രമാണത്തിലല്ലേ പറഞ്ഞിരിക്കുന്നേ, അപ്പൊ ന്യായപ്രമാണം എന്ത് ചെയ്തു? നീങ്ങിപ്പോയി. ന്യായപ്രമാണം നീങ്ങിപ്പോയി. യേശു കർത്താവ് വന്നു. ആ ന്യായപ്രമാണം എന്താണ്? വരുവാനുള്ള നന്മകളുടെ നിഴലാണ്. അപ്പൊ പൊരുൾ വന്നല്ലോ, യേശു കർത്താവ് വന്നല്ലോ. അപ്പൊ ന്യായപ്രമാണം നീങ്ങി, അപ്പോൾ ശബത്ത് നീങ്ങിയില്ലേ? ശബത്തും ആ എല്ലാ ആചാരാനുഷ്ഠാനങ്ങളെയും എന്ത് ചെയ്തു? യേശു കർത്താവ് നിവർത്തിച്ചു. അപ്പോൾ അവര് പറയുന്നത് ദൈവം എന്ത് ചെയ്തു? ഞങ്ങളെ ന്യായപ്രമാണത്തിൽ പറയുന്ന ശബത്തല്ല, ഏത്? 4ാമത്തെ കൽപ്പന അല്ലേ? 4ാം കൽപ്പനയാണല്ലോ അത്. അപ്പൊ ആ ശബത്തല്ല ഞങ്ങൾ ആചരിക്കുന്നത്. പിന്നെ ഏതാ? ദൈവം പ്രവേശിച്ച ശബത്ത്. അത് 7ാം ദിവസം തന്നെയാ, അതും 7ാം ദിവസം. അപ്പൊ ആ ശബത്താണ് ഞങ്ങൾ എന്ത് ചെയ്യുന്നത്? ആചരിക്കുന്നത്. അത് അതിന് പ്രതീകമായിട്ടാണ് ആർക്ക് കൊടുത്തത്? യഹൂദന്മാർക്ക് കൊടുത്തത്. ഞങ്ങൾ യഹൂദന്മാർക്ക് കൊടുത്ത ന്യായപ്രമാണാചാരമല്ല ചെയ്യുന്നത്, ദൈവം പ്രവേശിച്ച ശബത്ത്. അപ്പോൾ ഞാൻ പറഞ്ഞൊരു കാര്യം, ദൈവം പ്രവേശിച്ച ശബത്തിന്റെ പ്രത്യേകത എന്താ? ദൈവം പ്രവേശിച്ച ശബത്തിന്റെ ഒരു പ്രത്യേകതയാണ് 9-10 വാക്യങ്ങൾ. 9-10 വാക്യങ്ങൾ. അത് നമ്മൾ നോട്ട് ചെയ്യണം. ഇനി ആരെങ്കിലും ഈ ശാബത്തുകാര് സൗന്ദര്യക്കാരോട് പറയണം, അത് പറയണം. ഞാൻ അന്ന് പറഞ്ഞ കാര്യം നമ്മൾ ഒന്നുകൂടി പറയാം. കഴിഞ്ഞ ആഴ്ച ഞാനത് പറഞ്ഞു, ആ ഒരു പോയിന്റ് ഞാൻ പറഞ്ഞിരുന്നു, നിങ്ങൾ ചിലപ്പോൾ ഓർക്കുന്നുണ്ടായിരിക്കും. ആകയാൽ ദൈവത്തിന്റെ ജനത്തിനൊരു ശബത്തനുഭവം ശേഷിച്ചിരിക്കുന്നു. ദൈവം തന്റെ പ്രവർത്തികളിൽ നിന്നെന്ന പോലെ അവന്റെ സ്വസ്ഥതയിൽ പ്രവേശിച്ചവൻ താനും തന്റെ പ്രവർത്തികളിൽ നിന്ന് സ്വസ്ഥനായി അല്ലെങ്കിൽ നിവർത്തനായി. എന്താ? യഹൂദന്മാർക്ക് കൊടുത്ത ആ ശബത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ 6 ദിവസം വേല ചെയ്യുക, 7ാം ദിവസം സ്വസ്ഥനായിരിക്കുക. അന്ന് ജോലിയൊന്നും സാമാന്യ വേലയൊന്നും ചെയ്യരുത്, അന്ന് വിശുദ്ധ സഭായോഗം കൂടണമെന്നാണ്. അപ്പോൾ മനുഷ്യന് കൊടുത്ത ആചാരപരമായ ശബത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവൻ 7ാം ദിവസം സ്വസ്ഥനായിരിക്കും, അടുത്ത ദിവസം എന്ത് ചെയ്യണം? വീണ്ടും പ്രവർത്തിക്കണം. ദൈവം പ്രവർത്തിച്ച ശബത്തിന്റെ പ്രത്യേകത എന്താ? നിത്യസ്വസ്ഥതയാണ്. പിന്നെ എന്തില്ല? പിന്നെ പ്രവൃത്തിയില്ല. അതാണ് 10ാം വാക്യം. അവന്റെ സ്വസ്ഥതയിൽ പ്രവേശിച്ചവൻ താനും. എന്റെ സ്വസ്ഥത 4ാം വാക്യത്തിലൊക്കെ കോട്ട് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്, അത് അണ്ടർലൈൻ ചെയ്യണം. അവർ എന്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കില്ല. അവന്റെ സ്വസ്ഥത, എന്റെ സ്വസ്ഥത എന്നൊക്കെ പറയുന്നത് ഈ സ്വസ്ഥതയാ. ഏത്? ദൈവം പ്രവേശിച്ച സ്വസ്ഥത. അല്ലാതെ അല്ലയോ യഹൂദന്മാരെ നിങ്ങൾ ആചരിച്ച ശബത്താകുന്ന സ്വസ്ഥതയല്ല. ആ ദൈവം പ്രവേശിച്ച് സ്വസ്ഥതയിൽ പ്രവേശിച്ചിട്ട് പിന്നെ ദൈവം അടുത്ത ദിവസം എന്ത് ചെയ്യുന്നില്ല? പ്രവർത്തിക്കുന്നില്ല. അത് നിത്യസ്വസ്ഥതയാണ്. അവന്റെ സ്വസ്ഥതയിൽ പ്രവേശിച്ചവൻ താനും ദൈവം തന്റെ പ്രവൃത്തികളിൽ നിന്നെന്ന പോലെ എന്ത് ചെയ്യുന്നു? തന്റെ പ്രവൃത്തികളിൽ നിന്ന് നിവർത്തനാകുന്നു. എന്നേക്കുമായിട്ട് എന്ത് ചെയ്തു? സ്വസ്ഥതയിൽ പ്രവേശിച്ചു. അതാ കർത്താവ് പറഞ്ഞത്, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ നിങ്ങളെല്ലാവരും എന്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. എന്റെ നുകമേറ്റ് എന്നോട് പഠിപ്പിൻ, എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തും. നിങ്ങളുടെ ആത്മാക്കള് എങ്ങോട്ട് പ്രവേശിക്കും? സ്വസ്ഥതയിലേക്ക്. ആശ്വാസം എന്നുള്ളതിന് അത് ഈ സ്വസ്ഥത എന്നുള്ള വാക്ക് അവിടെ റെസ്റ്റ്. നിങ്ങളുടെ ആത്മാക്കള്, നിങ്ങളുടെ സോൾസ്, സ്പിരിറ്റ് will enter into the rest, that rest, his rest, my rest. ദൈവം പറഞ്ഞു എന്റെ സ്വസ്ഥതയില്. പിന്നെ എന്ത് വേണ്ട? പ്രവൃത്തി വേണ്ട, കർമ്മം ചെയ്യണ്ട. അത് അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്ന പാപമോചനത്തിനായി, ആത്മാവിന്റെ സ്വസ്ഥതയ്ക്കായി, നമ്മുടെ ഭാരതത്തിന്റെ ഭാഷയിൽ പറഞ്ഞ ആത്മാവിന്റെ ശാന്തിക്കായി ആചാരാനുഷ്ഠാനങ്ങൾ ചെയ്യണ്ട, ശബത്താചരിക്കണ്ട, ആചാരപരമായ ശബത്ത് വേണ്ട. നീ ഇനി ഒരു ഭൂമിയിൽ ഒരു 5 സെന്റ് ഭൂമി മേടിച്ച് ചിലർ പറയും ഒരു വീടുണ്ടായാലെന്ത്? ഇല്ല, സ്വസ്ഥതയില്ല. ഉണ്ടോ?
ഇല്ല, സ്വസ്ഥതയില്ല. അപ്പോ നിത്യമായ സ്വസ്ഥതയിലേക്ക് അവന്റെ സ്വസ്ഥതയിൽ പ്രവേശിച്ചവൻ താനും ദൈവം തന്റെ പ്രവൃത്തികളിൽ നിന്നെന്ന പോലെ, അല്ലെ, ദൈവം തന്റെ പ്രവൃത്തികളിൽ നിന്നെന്ന പോലെ അവന്റെ സ്വസ്ഥതയിൽ പ്രവേശിച്ചവൻ താനും തന്റെ പ്രവൃത്തികളിൽ നിന്ന്. അപ്പോ ദൈവത്തിന്റെ ജനത്തിന് എന്ത് കിട്ടി? ഒരു 9-ാം വാക്യം, ഒരു ശബത്തനുഭവം, നിത്യമായ ശബത്തനുഭവം. ഇല്ല, എവിടെ ഇരിക്കും? നമുക്കതില്ലേ? ആത്മാവിനെ സംബന്ധിച്ചില്ലേ ആകുലപ്പെടുന്നുണ്ടോ? രക്ഷ നഷ്ടപ്പെടുമെന്ന് ചിന്തിക്കുന്നവർക്ക് ആകുലതയുണ്ട്. അവർക്ക് ആ സ്വസ്ഥതയുണ്ടോ? ഉറപ്പുണ്ടോ പോകുന്ന? ഇല്ല. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് അഭിഷേകം പ്രാപിച്ച് വിശുദ്ധമായി ജീവിച്ചാൽ ഇത് 4 കാര്യം ഒരുമിച്ച് പറയുന്നത് ഇല്ല പിന്നെ ചേട്ടാ? അടക്കത്തിന് എന്നിട്ട് ഈ 4 കാര്യം കേൾക്കുന്നില്ല നമ്മള്? രക്ഷിക്കപ്പെട്ടാൽ ഈ സഹോദരൻ രക്ഷിക്കപ്പെട്ട സഹോദരൻ അതുകൊണ്ട് സ്വർഗ്ഗത്തിൽ പോവും എന്ന് പറയുന്നുണ്ടോ? ഇല്ല. ആരാ പ്രവേശിക്കുന്നത്? 3-ാം വാക്യം, വിശ്വസിച്ചവരായ നാമല്ലോ പ്രവേശിക്കുന്നത്. വേറെ ഒന്നുമില്ല അവിടെ. അവൻ എല്ലാ പ്രവൃത്തികളിൽ നിന്നും, അവന്റെ എല്ലാ പ്രവൃത്തികളിൽ നിന്നും, അവന്റെ പരിശ്രമങ്ങളിൽ നിന്നൊക്കെ എന്ത് ചെയ്തു? സ്വസ്ഥത, വിശ്രാമം. പ്രവൃത്തികളിൽ നിന്ന് എന്ത് ചെയ്തു? നിവർത്തനായി. ഒത്തിരി പറയണം. അതിനുള്ള ആഗ്രഹം എനിക്കുണ്ട്. പക്ഷെ സമയം അനുവദിക്കാത്തതുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. അപ്പൊ അതിനെ കേന്ദ്രീകരിച്ചാണ് 11 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിൽ ഒരു മുന്നറിയിപ്പ് നൽകുക. എന്താണ്? അതുകൊണ്ട് ആരും അനുസരണക്കേണ്ട സമദൃഷ്ടാന്തത്തിന് ഒത്തവണ്ണം വീണാതിരിക്കേണ്ടതിന് നാം ആ സ്വസ്ഥതയിൽ പ്രവേശിപ്പാൻ എങ്ങനെ ഉത്സാഹിക്കണം? സ്വസ്ഥതയിൽ പ്രവേശിക്കാൻ എങ്ങനെ ഉത്സാഹിക്കണം? സ്വസ്ഥതയിൽ എങ്ങനെ പ്രവേശിക്കാന്നാ പറഞ്ഞേ? അത്രേ ഉള്ളൂ. ഇവിടെ ഉത്സാഹം എന്ന് പറയുന്നത് എന്തെങ്കിലും പ്രവർത്തിക്കുന്നതിന്റെ കാര്യമല്ല. ആണോ? ഇല്ല. ഈ എബ്രായ ലേഖനത്തിൽ മുഴുവനായിട്ട് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം അത്. വിശ്വസിക്കാൻ ഉത്സാഹിക്കണം. വേണം. വിശ്വസിക്കാൻ എളുപ്പമാണോ? ഞാൻ നമ്മളത് പറഞ്ഞാൽ നേരത്തെ എളുപ്പമാണോ? എളുപ്പമല്ല. കാരണം ഇതെന്താ? ഇടുക്കവും ഞെരുക്കമുള്ള വഴിയാണ്. യോഹന്നാൻ സ്നാപകൻ മുതൽ ബലാത്കാരികൾ ദൈവരാജ്യത്തെ ബലാത്കാരം ചെയ്യുന്നു എന്നാണ്. എളുപ്പം പ്രവേശിക്കാൻ നമ്മൾ 2-ാം തലമുറക്കാരും 3-ാമത്തെ തലമുറക്കാർക്കും ബുദ്ധിമുട്ട് ഇല്ല. ഈ ആദ്യത്തെ പോലെയുള്ള ആൾക്കാർക്ക് ഇതിനകത്തേക്ക് പ്രവേശിക്കാൻ തോന്നും. അങ്ങള് പറയായിരുന്നു. അപ്പൊ ബുദ്ധിമുട്ടുണ്ട്. കാരണം അത് വിശ്വസിക്കാൻ എന്തുണ്ട്? ഈ യഹൂദന്മാരെ സംബന്ധിച്ച് എബ്രായ വിശ്വാസികളോട് പറയുക, അല്ലെങ്കിൽ വിശ്വാസികളെന്ന് നടിക്കുന്ന ഒരു കൂട്ടം. ഈ അധ്യായം തുടങ്ങുന്നത് എന്താ? അവന്റെ സ്വസ്ഥതയിൽ പ്രവേശിപ്പാനുള്ള വാഗ്ദത്തം ശേഷിച്ചിരിക്കാൻ നിങ്ങളിൽ ആർക്കെങ്കിലും അത് ലഭിക്കാതെ പോയി എന്ന് വരാതിരിപ്പാൻ നാം ഭയപ്പെടുക എന്നാ. അപ്പൊ അതിൽ പലരും എന്ത് ചെയ്തിട്ടില്ല? ശരിക്കും വിശ്വസിച്ചിട്ടില്ല. വിശ്വസിക്കണം. അതെന്താ വിശ്വസിക്കാത്ത? അവരങ്ങോട്ട് നോക്കുമ്പോ അവിടെ എന്തുണ്ട്? ശബത്തുണ്ട്. അവിടെ പ്രവാചകന്മാരുണ്ട്. അവിടെ പിതാക്കന്മാര്, മോശ, യോശുവ പിതാക്കന്മാരുണ്ട്. ഇവിടെ ആരും ഇല്ല. ഇവിടെ എന്തുണ്ട്? ഇവിടെ ഒന്നും. അതല്ലേ ആളുകൾ വരാത്തെ, അല്ലേ? അവിടെ വലിയ സംവിധാനങ്ങളും എല്ലാം ഉണ്ട്. ഇവിടെ ആരും എന്തുണ്ട്? അപ്പൊ ഇവിടെ ഒരു ആചരണങ്ങളില്ല. ഇവിടെ വന്നിരിക്കുന്നു, നമ്മളെന്ത് ചെയ്യുന്നു? ഈ സ്വസ്ഥത പ്രാപിച്ചതുകൊണ്ട് സ്വസ്ഥമായിരുന്നു എന്ത് ചെയ്യുന്നു? ആരാധിക്കുന്നു, നമ്മൾ പോകുന്നു. അവിടെ ഭയങ്കര ബഹളങ്ങൾ, എല്ലാ ആഴ്ചയും പരിപാടികളുണ്ട്, പല കാര്യങ്ങളും നടക്കുന്നുണ്ട് ഈ പൂർണ്ണത കിട്ടാൻ വേണ്ടിയിട്ട്. ഇവിടെ അതൊന്നും ഇല്ല. അപ്പോൾ ഈ വിശ്വാസികൾക്ക് ഒരു അങ്കലാപ്പ്, അല്ലെങ്കിൽ ഈ ഇങ്ങോട്ടും കാലെടുത്ത് വെച്ച ആളുകൾക്ക് അതിലേക്ക്, ആ കർമ്മങ്ങളിലേക്ക്, ആചാരാനുഷ്ഠാനങ്ങളിലേക്ക് പോകാൻ താല്പര്യം. അവരോട് പറയുക നോ, അത് അനുസരണക്കേടാ. അതായത് 40 വർഷം അവര് പരിഭൂമിയിൽ ചുറ്റിക്കറങ്ങി അവരുടെ കേൾക്കാലോ നിങ്ങൾ പോരെ, ഇതില്ല, ഇങ്ങോട്ട് പോരെ. അപ്പോൾ ദൈവം പറഞ്ഞു അവരുടെ ശവങ്ങൾ മരുഭൂമിയിൽ വീഴും, അവർ എന്റെ അകൽച്ച അറിയും. എന്തുകൊണ്ട്? അവരെന്ത് ചെയ്തില്ല? വിശ്വസിക്കായതുകൊണ്ട്. അപ്പോൾ അവര് 40 വർഷം അവരവിടെ ചുറ്റിക്കറങ്ങേണ്ടി വന്നു. എന്തുകൊണ്ടാ? അവര് പറഞ്ഞു. അവരെന്താ പറഞ്ഞെന്നറിയാമോ? നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചതാ. 12 പേരെ ഒറ്റുനോക്കാൻ അയച്ച് തിരിച്ചു വന്നപ്പോ അവര് ദുർവർത്തമാനം കേട്ട് അത് വിശ്വസിച്ച്, സദ്വർത്തമാനം വിശ്വസിക്കാതെ അവര് കരഞ്ഞുകൊണ്ട് പറഞ്ഞൊരു കാര്യമുണ്ട്.
സംഖ്യാപുസ്തകം 14:1 മുതൽ താഴേക്ക് വായിക്കുമ്പോൾ, വരുവിൻ നാം ഒരു തലവനെ തിരഞ്ഞെടുത്ത് നമുക്ക് മിസ്രൈമിലേക്ക് മടങ്ങിപ്പോവാ. അത് എന്താ ഇവിടെ പറയാൻ കാരണം? ഇവര് മടങ്ങിപ്പോവാൻ നിൽക്കുക. ഇവിടെ ആകെ കൂടി ഒരു യേശു ഉണ്ട്, ഇവിടെ എന്തില്ല? ശബത്ത് ഇല്ല. അപ്പൊ പറയുക, യോശുവയെക്കാളും ഇസ്രായേൽ മക്കൾക്ക് സ്വസ്ഥതയുടെ ദേശം കൊടുത്ത, കനാൻ ദേശം വിഭാഗിച്ചു കൊടുത്ത യോശുവയെക്കാളും ആചാരപരമായ ശബത്തിനേക്കാളും ശ്രേഷ്ഠനാണ് ആര്? യേശു കർത്താവ്. അടുത്ത പോയിന്റിലേക്ക് നമുക്ക് പോകാം. 4-ാം അധ്യായത്തിന്റെ 14 മുതൽ 4-ാം അധ്യായത്തിന്റെ, ഞങ്ങൾ ബൈബിളിലേക്ക് നോക്കിയാട്ടെ. നമുക്ക് ഇന്ന് ഇത് കിട്ടാത്തതുകൊണ്ട് ഞാനൊന്ന് പറയുകയാണ്. 4-ാം അധ്യായത്തിന്റെ 14 മുതൽ 5-ാം അധ്യായത്തിന്റെ 10 വരെയും, 4-ന്റെ 14 മുതൽ 5-ന്റെ 10 വരെയും 7-ാം അധ്യായവും. അത്രയും ഭാഗം യേശു ക്രിസ്തു അഹരോനേക്കാൾ ശ്രേഷ്ഠനായ നിത്യ മഹാപുരോഹിതനാണ് എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ ഒന്നുകൂടി നോക്കി എവിടെയാന്നുള്ളത്? 4-ന്റെ 14 മുതൽ 5-ന്റെ 10 വരെയും, പിന്നെ 7-ാമത്തെ അധ്യായം മുഴുവനായിട്ട്, 7-ാം അധ്യായം 1 മുതൽ 28 വരെയുള്ള വാക്യങ്ങൾ. അപ്പൊ അതിന്റെ ഇടയിലുള്ള ഭാഗമോ സഹോദര എന്ന് ചോദിച്ചാൽ, അതിന്റെ ഇടയിലുള്ള 5-ന്റെ 11 മുതൽ 6-ാം അധ്യായത്തിന്റെ അവസാനം വരെയുള്ള ഭാഗം എബ്രായ ലേഖനത്തിലെ 5-ാമത്തെ മുന്നറിയിപ്പാണ്. 4-ാമത്തെ മുന്നറിയിപ്പാണ്. അത് നമ്മൾ പിന്നീട് ഈ പോർഷൻ കഴിഞ്ഞിട്ട് നമുക്കത് ചിന്തിക്കാം. ഓക്കെ. യേശു കർത്താവ്, നമുക്കറിയാം, ലോകത്തിലെ മതങ്ങളെല്ലാം പൗരോഹിത്യ മതങ്ങളാണ്. ലോകത്തിലെ മതങ്ങളെല്ലാം പൗരോഹിത്യ മതങ്ങളാണ്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം മറക്കരുത്. അപ്പൊ അവരോട് പറയണം. ആരോട്? 7-ാം ദിവസക്കാരോട് പറയണം. എന്ത് പറയണം? ശബത്തനുഭവം, ആ നിത്യമായ ദൈവത്തിന്റെ സ്വസ്ഥതയിലേക്ക് പ്രവേശിക്കുന്നതാണ് യഥാർത്ഥ സ്വസ്ഥത. ശബത്ത്, ദൈവത്തിന്റെ ജനത്തിനൊരു ശബത്തനുഭവം ശേഷിച്ചിരിക്കുന്നു. അത് ആ വാക്ക്, ഒരു ശബത്തനുഭവം ശേഷിച്ചിരിക്കുന്നു എന്ന വാക്ക് നമ്മൾ എബ്രായലേഖനം 2-ാം അധ്യായം 5-ൽ നമ്മൾ കണ്ടല്ലോ. വരുവാനുള്ള ലോകത്തെ അവൻ ദൂതന്മാർക്കല്ലല്ലോ. അത് വരുവാനുള്ള ലോകം ഏതാ? 1000 ആണ്ട് വാഴ്ച. 1000 ആണ്ട് വാഴ്ച. അന്ന് നമ്മൾ കണ്ടല്ലോ. അന്ന് എന്ത് ചെയ്യും? മനുഷ്യൻ നഷ്ടപ്പെട്ട ആധിപത്യവും തേജസ്സും ഒക്കെ തിരികെ കൊടുത്ത് ഭൂമി മനുഷ്യനെന്ത് ചെയ്യും? വാഴും. ഭൂമിയും മനുഷ്യന് വാഴാൻ കൊടുത്ത മനുഷ്യൻ അതിനെന്ത് ചെയ്തു? നഷ്ടപ്പെടുത്തി. മനുഷ്യന്റെ മേല് ഇന്ന് ചരാചരങ്ങളും ഭൂമിയൊക്കെ എന്ത് ചെയ്യാം? വാഴുകയാണ്. അപ്പോ യേശുക്രിസ്തുവിൽ കൂടെ നമുക്ക് മറന്നുപോയോ? തിരികെ ലഭിച്ചു. അങ്ങനെയുള്ളവർ വന്ന് ഈ ഭൂമി എന്ത് ചെയ്യും? വാഴും. അപ്പൊ അതുമായിട്ടൊരു ബന്ധമുണ്ടെന്നാണ് ജോൺ ഡാർബി പറയുന്നത്. എഫ് ബ്രൂസും സ്കോഫീൽഡും അതുപോലെ റയറിയും അതുപോലെ ജോൺ ഡാർബിയും ഒക്കെ മക്ഡൊണാൾഡും ഒക്കെ പറയുന്നത് അത് ഈ വാക്യം 9-ാം വാക്യം 4-9 ദൈവത്തിന്റെ ജനത്തിന് ശബത്തനുഭവം ശേഷിച്ചിരിക്കുന്നു എന്ന് പറയുന്നത് ആക്ഷരികമായി, അതായത് ഭൂമിയിൽ നടപ്പാക്കുന്ന ശബത്ത്. എന്നാൽ യേശുക്രിസ്തുവിൽ നമുക്ക് എന്ത് ലഭിച്ചു? കൊലോസ്യലേഖനം 2-16 കഴിഞ്ഞ ആഴ്ച നമ്മൾ വായിച്ചതാ. വീട്ടിൽ പോയി നിങ്ങൾ അതെല്ലാം കുറിച്ചെടുത്ത് വായിക്കുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്താ? എന്നാൽ പെരുന്നാൾ, വാവ്, ശബത്ത് എന്നീ കാര്യത്തിൽ ആരും നിങ്ങളെ കുറ്റം വിധിക്കരുത്. ഇതൊക്കെയും വരാനിരുന്നവയുടെ നിഴൽ മാത്രമാണ്. ദേഹമെന്നതോ പിയോസ് ബൈബിളിൽ വരുവാനിരുന്നവന്റെ പ്രതീകം മാത്രമാണ്. പൊരുളോ യേശുക്രിസ്തുവാണ് എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പോ ആ ശബത്ത് ആര് നിവർത്തിച്ചു? യേശു കർത്താവ് നിവർത്തിച്ചതുകൊണ്ട് യേശുവിൽ വിശ്വസിക്കുന്നവർ നിത്യമായ സ്വസ്ഥതയിൽ പ്രവേശിച്ചു. ഇനി അത് ആ ദിവസം ആചരിക്കേണ്ട ആവശ്യമില്ല. യേശുക്രിസ്തു പുതിയൊരു ദിവസം, ഈ നിത്യസ്വസ്ഥതയിലേക്ക് പ്രവേശിച്ചവർക്ക് പുതിയൊരു ദിവസം സ്ഥാപിച്ചു. അതെന്നാണ്? ആഴ്ചവട്ടത്തിന്റെ 1-ാം ദിവസമാണ്. അത് നമ്മൾ വായിക്കുന്നുണ്ട്. ആഴ്ചവട്ടത്തിന്റെ 1-ാം നാളിൽ അവർ അപ്പം നുറുക്കുവാൻ കൂടി വന്നപ്പോൾ, 7-ാം നാളായിരുന്നു അവർക്ക് കൊടുത്തെങ്കിൽ നമുക്ക് ഏതാ ദിവസം? അത് സാധാരണ ആളുകൾ അത് കൊണ്ടുവന്ന് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. നമുക്ക് 7-ാം നാളല്ല, അതിനെ ദൈവം ചെയ്തു, നിവർത്തിച്ചു. ഓക്കെ.
ഈ യഹൂദന്മാരെ സംബന്ധിച്ച്, യഹൂദ വിശ്വാസികളെ സംബന്ധിച്ച് അവരെ ഒരു വാക്യം അതിന് മുമ്പ്, ഈ ഭാഗം നമ്മൾ തുടങ്ങുന്നതിന് മുമ്പ് ഒന്ന് വായിക്കാം. ഇയ്യോബിന്റെ പുസ്തകം 9-ാം അധ്യായത്തിന്റെ 32-33 വാക്യം. ഇയ്യോബ് 9-ാം അധ്യായം 32-33 വാക്യം. ഞാൻ അവനോട് പ്രതിവാദിക്കേണ്ടതെന്നും ഞങ്ങൾ ഒരുമിച്ച് ന്യായസ്ഥാനത്തിൽ ചെല്ലേണ്ടതെന്നും അവൻ എന്നെ പോലെ മനുഷ്യനല്ലല്ലോ. ഞങ്ങളെ ഇരുവരെയും പറഞ്ഞു നിർത്തേണ്ടതിന് ഞങ്ങളുടെ നടുവിൽ ഒരു മധ്യസ്ഥനുമില്ല. ആര് പറയുന്നതാ? ആരാ പറയുന്നേ? ഇയ്യോബ്. ഇയ്യോബിന്റെ ഒരു പരിഭവം അല്ലെങ്കിൽ ഒരു ആത്മഗതമാണ്, ഒരു മനോവേദനയാണ് ഇവിടെ പറയുന്നത്. ഞങ്ങളെ പറഞ്ഞു നിർത്താൻ, എനിക്ക് വേണ്ടി, എനിക്ക് നേരിട്ട് സംസാരിക്കാനായിട്ട് അവൻ ആരല്ല? മനുഷ്യൻ അല്ല. ദൈവം എന്നെ എത്ര അധികം ബുദ്ധിമുട്ടിച്ചിട്ട് എനിക്ക് ദൈവത്തോടൊന്ന് സംസാരിക്കാൻ, പ്രതിവാദിക്കാൻ ആയിട്ട് എനിക്ക് ദൈവത്തിന്റെ അടുക്കലേക്ക് ചെന്ന് പറയാൻ കഴിയില്ല. അവൻ മനുഷ്യനല്ല, അവൻ ദൈവമാണ്. അപ്പൊ അങ്ങനെ സംസാരിക്കാൻ ഞങ്ങളുടെ ഇടയിൽ ആരില്ല? ഒരു മധ്യസ്ഥനില്ലല്ലോ എന്നുള്ള ആത്മഗതമാണ്. അപ്പോ ഇത് നമ്മൾ മനസ്സിലാക്കണം. അബ്രാമിന്റെ സമകാലീനായ, അല്ലെ അബ്രാമിനും ഒരു അല്പം മുമ്പ് ജീവിച്ചിരുന്ന ഇയ്യോബ് പറയുന്ന ഒരു കാര്യമാണ്. അതിന് എത്രയോ നാളുകൾക്ക് ശേഷമാണ് അബ്രാമിന്റെ സന്തതികളായ ഇസ്രായേലിയർക്ക് പൗരോഹിത്യ മതം കൊടുത്തു. മതങ്ങളുടെ മാതാവായ യഹൂദ മതത്തിൽ പൗരോഹിത്യം വരുന്നത്. അപ്പൊ ഈ പുരോഹിതൻ എന്ന് പറയുന്ന ആരാ? ശരിക്കും ഒരു മധ്യസ്ഥനാ, അല്ലേ? ജനത്തിനു വേണ്ടി ദൈവത്തോട് സംസാരിക്കുന്ന ആളാണ് ആര്? പുരോഹിതൻ. ആരാണ് പ്രവാചകൻ? ആരാണ് പ്രവാചകൻ? അപ്പോ ദൈവത്തിനു വേണ്ടി മനുഷ്യരോട് സംസാരിക്കുന്നവനാണ് ആര്? പ്രവാചകൻ. പുരോഹിതനോ? മനുഷ്യന് വേണ്ടി ദൈവത്തോട് സംസാരിക്കുന്നത്. ദൈവത്തിന്റെ മനുഷ്യൻ നടുവിലുള്ള ഒരു മധ്യസ്ഥനാണ് പുരോഹിതൻ എന്ന് പറയുന്നത്. അപ്പോൾ ലോകത്തിലെ മിക്കവാറും മതങ്ങളിൽ എന്തുണ്ട്? ഈ പൗരോഹിത്യം ഉണ്ട്. ഇപ്പൊ യഹൂദ മതത്തിലും അതുണ്ട്. ദൈവം അത് ആ പൗരോഹിത്യം കൊടുത്തതാണ്. നമുക്ക് അത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അവിടെ ഈ ഭാഗത്ത് ഈ യഹൂദ മതത്തിൽ നിന്ന് വിശ്വാസത്തിലേക്ക് വരികയോ അല്ലെങ്കിൽ അതിലേക്ക് കാലെടുത്ത് വെക്കുകയോ കൂട്ടത്തിൽ വന്ന ആളുകൾ ചിന്തിക്കുന്ന അല്ലെങ്കിൽ അവരോട് ചോദിക്കുന്ന ഒരു കാര്യമാണ്, നിങ്ങൾക്ക് അവിടെ എന്ത് ഉണ്ട്? ഞങ്ങൾക്ക് ഇവിടെ ആരുണ്ട്? പുരോഹിതന്മാര്, സാധാരണ പുരോഹിതര്, അതിന്റെ മേളിലെ പുരോഹിതര്, അല്ലേ, മഹാപുരോഹിതന്മാര്, ഓരോരോ ശുശ്രൂഷകളെ ചെയ്യാനായിട്ട് പ്രത്യേക. ഞങ്ങൾക്കൊരു പ്രശ്നമുണ്ടായാൽ അത് ചെന്ന് പറയാനും അത് ദൈവത്തോട് പറയാനായിട്ടൊരു യോബ് പറഞ്ഞതാണല്ലോ. ഞങ്ങൾക്കും ദൈവത്തിനും നടുക്കൊരു മധ്യസ്ഥൻ, ഒരു പുരോഹിതനുണ്ട്. നിങ്ങൾക്ക് ആരുണ്ട് എന്ന ഒരു ചിന്ത അവരെ കുഴക്കി, അവരെ എന്താ പറയുക, അസ്ഥിരരാക്കുവാനോ അല്ലെങ്കിൽ ഒഴുകിപ്പോകത്തക്ക നിലയിലേക്ക് അവരെ കൊണ്ടുവരാൻ സാധ്യതയുള്ളതുകൊണ്ട് ആ കാര്യത്തിന് ഒരു പരിഹാരം എന്നോണമാണ് ഈ ഭാഗം പറയുന്നത്. 4-ാം അധ്യായത്തിന്റെ 14 മുതലുള്ള വാക്യങ്ങൾ. അവിടെ അതിനെ നമുക്കൊന്ന് വേർതിരിച്ച് ഓരോ ഗ്രൂപ്പുകളിലായിട്ട് പറഞ്ഞ് മുന്നോട്ട് പോകാം എന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു അഹരോനേക്കാൾ ശ്രേഷ്ഠനായ നിത്യമഹാപുരോഹിതനാണ് എന്നുള്ളതാണ് ഈ ഭാഗത്ത് നമ്മൾ കാണുന്നത്. അതിലെ ഒന്നാമത്തെ കാര്യം അതിന്റെ 4-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. 4:15. നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിക്കാൻ കഴിയാത്തവനല്ല, പാപമൊഴികെ സർവ്വത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവരത്രേ നമുക്കുള്ളത്. ഒരു വാക്യം കൂടെ അതിന്റെ 7-ാം അധ്യായത്തിന്, ഞാൻ പറഞ്ഞല്ലോ 7-ാം അധ്യായവും ഇതിനോട് ചേർന്ന് നമ്മൾ ചിന്തിക്കുകയാണ്. 7-ാം അധ്യായത്തിന്റെ 27 മുതൽ ഉള്ള വാക്യം, 27 ആദ്യം സ്വന്തം പാപങ്ങൾക്കായും പിന്നെ ജനത്തിന്റെ പാപങ്ങൾക്കായും ദിനം പ്രതി യാഗം കഴിക്കാൻ ആവശ്യമില്ലാത്തവൻ തന്നെ അത് അവൻ തന്നെ താൻ അർപ്പിച്ചുകൊണ്ട് ഒരിക്കലായിട്ട് ചെയ്യുമല്ലോ.
അപ്പോൾ അഹരോന്യ പൗരോഹിത്യം അല്ലെങ്കിൽ ലേവ്യ പൗരോഹിത്യം പഴയ നിയമത്തിലെ ന്യായപ്രമാണത്തിന്റെ പൗരോഹിത്യത്തിൽ വരുന്ന അതിന്റെ ക്രമത്തിൽ ഈ ഭാഗങ്ങളിൽ പറയുന്ന ഒരു പ്രയോഗമുണ്ട്. യേശുക്രിസ്തു ഏത് ക്രമത്തിലുള്ള മഹാപുരോഹിതനാണ്? മൽക്കിസദേക്കിന്റെ ക്രമപ്രകാരമാണ്. എന്നാൽ ന്യായപ്രമാണത്തിലെ പൗരോഹിത്യം ഏത് ക്രമത്തിലാണ്? അഹരോന്യ ക്രമത്തിൽ, അഹരോന്റെ ക്രമപ്രകാരം എന്നാണ് നമ്മൾ വായിക്കുന്നത്. അപ്പൊ അഹരോന്റെ ക്രമപ്രകാരം, അഹരോന്റെ വംശത്തിൽ ജനിച്ച ഒരാൾക്ക് എന്താകാൻ കഴിയുള്ളൂ? പുരോഹിതനാകാൻ കഴിയുള്ളൂ, മഹാപുരോഹിതനാകാൻ കഴിയുള്ളൂ. അങ്ങനെ ആകുന്ന എല്ലാ മഹാപുരോഹിതന്മാരും ആരാണ്? മഹാപുരോഹിതന്മാരോ പുരോഹിതന്മാരോ അവരാരാണ്? പാപമുള്ളവരാണ്, അല്ലെങ്കിൽ പാപികൾ ആണ്. അതാണ് ഇപ്പൊ നമ്മൾ വായിച്ച 2 വാക്യങ്ങളിലും നമ്മൾ കാണുന്നത്. നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകൾ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല, പാപമൊഴികെ സകലത്തിനും നമുക്ക് തുല്യനായി പരീക്ഷിക്കപ്പെട്ടവനത്രേ എന്നാണ്. അതിന്റെ 5-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യം, 5-ന്റെ 1 മുതൽ വായിക്കാം. മനുഷ്യരുടെ ഇടയിൽ നിന്ന് എടുക്കുന്ന ഏത് മഹാപുരോഹിതനും പാപങ്ങൾക്കായി വഴിപാട് യാഗം അർപ്പിപ്പാൻ ദൈവകാര്യത്തിൽ മനുഷ്യർക്ക് വേണ്ടി നിയമിക്കപ്പെടുന്നു. താനും ബലഹീനത പൂണ്ടവനാകയാൽ അറിവില്ലാത്തവരോടും വഴിതെറ്റിപ്പോകുന്നവരോടും സഹതാപം കാണിപ്പാൻ കഴിയുന്നവനും ബലഹീനത നിമിത്തം ജനത്തിനു വേണ്ടി എന്ന പോലെ തനിക്കു വേണ്ടിയും, ബലഹീനത നിമിത്തം ജനത്തിനു വേണ്ടി എന്ന പോലെ തനിക്ക് വേണ്ടിയും പാപയാഗം അർപ്പിക്കേണ്ടിയവനും ആകുന്നു. അപ്പോൾ ആർക്കു വേണ്ടിയിട്ടാണോ ഈ മധ്യസ്ഥൻ, ഈ പുരോഹിതൻ ശുശ്രൂഷ ചെയ്യുന്നത്, ആ പുരോഹിതനും ആരാണ്? പാപിയാണ്. ജനത്തിനു വേണ്ടി, ജനങ്ങൾക്ക് എന്തുകൊണ്ടാ ദൈവത്തിങ്കിലേക്ക് നേരിട്ട് ചെല്ലാൻ കഴിയാത്തത്? പാപം നിമിത്തം, ബലഹീനത നിമിത്തം, അറിവുകേട് നിമിത്തം അല്ലേ? അപ്പോൾ അതേ പ്രശ്നം ആർക്കുണ്ട്? പുരോഹിതനുണ്ട്. അതല്ലേ പുരോഹിതൻ കുർബാനയൊക്കെ കഴിഞ്ഞ് ഏറ്റവും ഒടുവിൽ എന്താ പറയുന്നത്? പാപിയും ബലഹീനനുമായ ഈ ദാസനു വേണ്ടിയും ഇത്രയും നേരം ആരാ പ്രാർത്ഥിച്ച്? ഈ ദാസനാ പ്രാർത്ഥിച്ച്. ആർക്കു വേണ്ടിയിട്ട്? ബലഹീനരായ പാപികളായ ഈ ദാസിദാസന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ച ഈ പാപി, ഈ ദാസൻ പറയുകയാണ് എന്ത്? ബലഹീനനും പാപിയുമായ ഈ ദാസനു വേണ്ടിയും പ്രാർത്ഥിപ്പീൻ എന്നാണ്. ഓക്കെ, അപ്പോൾ ആ വ്യക്തിയും ആരാണ്? പാപിയാണ്. പാപിക്ക് വേണ്ടി കർത്താവ് പറഞ്ഞു ശരിയല്ലേ, ഒരു അന്ധൻ മറ്റൊരന്ധനെ വഴി കാണിച്ചാൽ ഇരുവരും കുഴിയിൽ വീഴും. പാപിയാണ് പാപിക്ക് വേണ്ടി. അപ്പോൾ എല്ലാ അഹരോന്യ ക്രമപ്രകാരമുള്ള എല്ലാ പുരോഹിതന്മാരും മഹാപുരോഹിതന്മാരും ആരാണ്? പാപികളാണ്, ബലഹീനരാണ്. എന്നാൽ യേശു കർത്താവോ? അതാണ് നമ്മൾ വായിക്കുന്നത്. അതിന്റെ 26-ാം വാക്യം, 7-ന്റെ 26. ഇങ്ങനെയുള്ള മഹാപുരോഹിതനല്ലോ നമുക്ക് വേണ്ടിയത്. പവിത്രൻ, നിർദോഷൻ, നിർമ്മലൻ, പാപികളോട് വേർപെട്ടവൻ, സ്വർഗ്ഗത്തേക്കാൾ ഉന്നതനായിരിക്കുന്നു. ആ മഹാപുരോഹിതന്മാരെ പോലെ ആദ്യം സ്വന്തപാപങ്ങൾക്കായും ജനത്തിന്റെ പാപങ്ങൾക്കായും ദിനംപ്രതി യാഗം കഴിപ്പാൻ ആവശ്യമില്ലാത്തവൻ തന്നെ. അതവൻ തന്നെത്താൻ അർപ്പിച്ചുകൊണ്ട് ഒരിക്കലായിട്ട് ചെയ്തു. ദൈവത്തിന് സ്തോത്രം. അവിടെ യേശു കർത്താവ്, യേശു കർത്താവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന പവിത്രൻ, നിർദോഷൻ, നിർമ്മലൻ, പാപികളോട് വേർപെട്ടൻ, സ്വർഗത്തേക്കാൾ. നമ്മൾ യോവിന്റെ പുസ്തകത്തിലുമായി സ്വർഗം പോലും തൃക്കണ്ണിന് വിശുദ്ധമല്ലല്ലോ, അവൻ തന്റെ ദൂതന്മാരിലും കുറ്റം ആരോപിക്കുന്നു എന്നാണ്. ദൈവത്തിന്റെ പവിത്രതയെ, പരിശുദ്ധിയെ കുറിച്ച് നമ്മൾ ചിന്തിക്കും. ആളുകൾക്ക് അത് അറിഞ്ഞുകൂടാ. നമ്മളെപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത് നമ്മളെ തമ്മിൽ എന്ത് ചെയ്തുകൊണ്ടാ? താരതമ്യം ചെയ്തിട്ട്. ദൈവത്തിന്റെ when we say God is holy, നമ്മളത് മനസ്സിലാക്കണം. അവനെ പോലെ മറ്റാരും, ദൈവം വെളിച്ചമാകുന്നു, അവനിൽ ഇരുട്ടൊട്ടുമില്ല. അവൻ വസിക്കുന്ന സ്വർഗം പോലും എന്തല്ല? വിശുദ്ധം. അത് സ്വർഗത്തേക്കാൾ ഉന്നതനായി തീർന്ന, പാപമൊഴികെ സകലത്തിലും നമുക്ക് തുല്യനായി, പാപമൊഴികെ, പാപത്തോടുള്ള പാപസംബന്ധമായ യേശു കർത്താവ് പരീക്ഷിക്കപ്പെട്ടിട്ടില്ല. അങ്ങനെ പരീക്ഷിച്ചിട്ട് കാര്യമില്ലെന്ന് ആർക്കറിയാം? സാത്താൻ അറിയാം. കാരണം അവനിൽ പാപമില്ല. അവനിൽ പാപമില്ല. അവൻ പാപം ചെയ്തിട്ടില്ലെന്നുള്ളതല്ല, അവനിൽ
പാപമില്ല. റോമാലേഖനം 8:3 നമ്മൾ ചിന്തിച്ചതാണ് കഴിഞ്ഞ ഗലാത്യലേഖന പഠനത്തിൽ. ജഡത്താലുള്ള ബലഹീനത നിമിത്തം പറഞ്ഞാട്ടെ, ജഡത്താലുള്ള ബലഹീനത നിമിത്തം ന്യായപ്രമാണത്തിന് കഴിയാഞ്ഞതിനെ സാധിപ്പാൻ ദൈവം തന്റെ പുത്രനെ പാപജഡത്തിലല്ല പിന്നെ പാപജഡത്തിന്റെ ഈ സാദൃശ്യത്തിലാണ്. ഇതിലെന്തുണ്ട്? പാപമുണ്ട്. ഇതിൽ പാപം ഉള്ളതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? പാപം ചെയ്യുന്നത്. അവനിൽ എന്തില്ല? പാപമില്ല. പാപജഡത്തിന്റെ സാദൃശ്യത്തിലാണ് അവൻ വന്നത്. ഇതിനെ സംബന്ധിച്ചും ദുരുപദേശമുണ്ട്. വിറ്റ്നസ്ലിയുടെയും നമ്മുടെ നാട്ടിൽ താമസിക്കുന്ന എന്താണ് ബാംഗ്ലൂരുള്ള ഒരു മനുഷ്യനുണ്ടല്ലോ, പെട്ടെന്ന് പേര് മറന്നു, സാത്പന്നൻ, അദ്ദേഹം പറയുന്നത് ഹി കുഡ് ഹാവ് സിൻ, യേശു കർത്താവിന് വേണമെങ്കിൽ പാപം ചെയ്യാമായിരുന്നു എന്നാണ്. അപ്പൊ അത് മനസ്സിലാക്കാനായിട്ട് രണ്ട് ഇംഗ്ലീഷിലാണ് 2 സെന്റൻസ് ഞാൻ പറയാം. ഒരേ സെന്റൻസ്, പക്ഷെ അത് എഴുതി വേണമായിരുന്നു. ഞാൻ അതിനകത്ത് ചെയ്തിട്ടുണ്ട്, അത് ഇതിൽ കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട്. ജീസസ് ഈസ് നോട്ട് ഏബിൾ ടു സിൻ. ജീസസ് ഈസ് നോട്ട് ഏബിൾ ടു സിൻ. യേശുവിന് ഒരേ വാക്കുകളാണ്, പക്ഷെ കോമയ്ക്ക് വ്യത്യാസമുണ്ട്. ജീസസ് ഈസ് നോട്ട് കോമ ഏബിൾ ടു സിൻ. ജീസസ് ഈസ് നോട്ട് ഏബിൾ കോമ ടു സിൻ. ഏതായിരിക്കും ശരി? യേശുവിന് പാപം ചെയ്യാതിരിക്കാൻ കഴിയും, യേശുവിന് പാപം ചെയ്യാൻ കഴിയില്ല. രണ്ടിനും രണ്ടർത്ഥം മാറി. യേശുവിന് പാപം ചെയ്യാതിരിക്കാൻ കഴിയും, യേശുവിന് പാപം ചെയ്യാൻ കഴിയില്ല. ഇതിലേതായിരിക്കും ശരി? യേശുവിന് പാപം ചെയ്യാൻ, ദൈവത്തിന് പാപം ചെയ്യാൻ കഴിയുമോ? ദൈവത്തിന് പാപം ചെയ്യാൻ കഴിയില്ല. അവന്റെ മനുഷ്യത്വത്തിലും അവൻ എന്താണ്? പൂർണ്ണനാണ്. ഇവിടെ അപ്പൊ അതുകൊണ്ട് ആ ഭാഗം പറഞ്ഞിട്ട് അടുത്ത പോയിന്റിലേക്ക് പോവാം. അപ്പൊ അതുകൊണ്ട് യേശു കർത്താവ് പാപരഹിതനായ മഹാപുരോഹിതനാണ്. അതുകൊണ്ട് മനുഷ്യരുടെ പാപങ്ങൾക്ക് പരിഹാരം വരുത്താൻ അവന് കഴിയും. അവർക്കെന്താ പ്രശ്നം? അവര് പാപികളാണ്. പാപികളായ മനുഷ്യന്റെ പാപങ്ങൾക്ക് പരിഹാരം വരുത്താൻ ഒരിക്കലും കഴിവുള്ളതല്ല. രണ്ടാമത്തെ കാര്യം, നമ്മൾ ആ ഭാഗത്തുനിന്ന് ചിന്തിക്കുന്ന ഒരു കാര്യം, യേശു കർത്താവ് തികവുള്ളവനാണ് എങ്കിലും ബലഹീനരോട് അവന് സഹതാപം ഉണ്ട്. 7-ാം അധ്യായത്തിന്റെ 28-ാമത്തെ വാക്യം, 7:28. ന്യായപ്രമാണം ബലഹീന മനുഷ്യരെ മഹാപുരോഹിതന്മാരാക്കുന്നു. ന്യായപ്രമാണത്തിന് പിമ്പുള്ള ആണയുടെ വചനമോ തികഞ്ഞവനായി തീർന്ന പുത്രനെ പുരോഹിതനാക്കുന്നു. ന്യായപ്രമാണം ആരെ പുരോഹിതനാക്കുന്നു? ബലഹീന മനുഷ്യരെ. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ബലഹീനനും പാപിയുമായ ഈ ദാസന് വേണ്ടിയും പ്രാർത്ഥിക്കും. അപ്പൊ ഈ അഹരോൻ മുതലുള്ള വംശാവലിയിലുള്ള എല്ലാവരും ആരാ? ബലഹീനരാണ്. അല്ലെങ്കിൽ ഇൻഫോർമേറ്റീവ്സ് ഉള്ള, ഇൻകംപ്ലീറ്റ് ആയ, അൺപെർഫെക്റ്റ് ആയ ആളുകളാണ്. നോ വൺ ഈസ് പെർഫെക്റ്റ്, നോ വൺ ഈസ് കംപ്ലീറ്റ്. എല്ലാവർക്കും എന്തുണ്ട്? ഇൻഫോർമേറ്റീവ്സ് ഉണ്ട്, കുറവുകളുണ്ട്, ബലഹീനതകളുണ്ട്. അങ്ങനെയുള്ളവരെയാണ് ആരെടുക്കുന്നത്? ന്യായപ്രമാണം പുരോഹിതന്മാരായി എടുക്കുന്നത്. ന്യായപ്രമാണത്തിന് പിമ്പുള്ള ആണയുടെ വചനമോ, അത് 7-ാം അധ്യായം 1 മുതൽ 6-ാം അധ്യായത്തിന്റെ ഒടുവിലത്തെ വാക്യങ്ങളിൽ തുടങ്ങുന്ന ഒരു പ്രസ്താവനയാണ് ആണയുടെ വചനം. ദൈവം ആണയിട്ടു. അതായത് എവിടെ ആണയിട്ടെ? 110-ാം സങ്കീർത്തനം എടുക്കാം. 110-ാം സങ്കീർത്തനം. ന്യായപ്രമാണത്തിന് പിമ്പുള്ള വചനം, ന്യായപ്രമാണത്തിന് മുമ്പല്ല, ദ വേർഡ് ആഫ്റ്റർ ദ ലോ എന്നാണ് എഴുതിയിരിക്കുന്നത്. ന്യായപ്രമാണം കൊടുത്തതിന് ശേഷം, ന്യായപ്രമാണത്തിൽ എന്ത് കൊടുത്തേ? പൗരോഹിത്യം കൊടുത്തത്. അങ്ങനെ ന്യായപ്രമാണം കൊടുത്തിട്ട് കുറെ വർഷങ്ങൾക്ക് ശേഷം ഇവിടെ ദാവീദ് മുഖാന്തരം ദൈവം വീണ്ടും പറയുകയാണ്. ഈ 110-ാം സങ്കീർത്തനം മശിഹാ സങ്കീർത്തനമാണെന്ന് അറിയാലോ. യഹോവ എന്റെ കർത്താവിനോട് അരുളി ചെയ്യുന്നത്, ഞാൻ നിന്റെ ശത്രുക്കളെ എന്റെ
നിന്റെ പാദപീഠമാക്കുവോളം നീ എന്റെ വലത്ത് ഭാഗത്ത്. ഈ വാക്യം കർത്താവ് കോട്ട് ചെയ്തിട്ടുണ്ട്, ഓർക്കുന്നുണ്ടോ? യഹൂദന്മാരോട് ചോദിച്ചു, മശിഹ ക്രിസ്തു ദാവീദിന്റെ മകനാണെങ്കിൽ ദാവീദ് പറഞ്ഞിട്ടുണ്ട് എന്ത്? കർത്താവ് എന്റെ കർത്താവിനോട്. അതെങ്ങനെയാ പറ്റുന്നതെന്ന് ചോദിച്ചു. കർത്താവ് എന്റെ കർത്താവിനോട്. അപ്പൊ ഈ രണ്ട് കർത്താവ് ആരാ? ഈ മശിഹ ആരാ? ദൈവം അല്ലേ? ദൈവം മനുഷ്യനായവനല്ലേ എന്ന അർത്ഥത്തിൽ ചോദിച്ച് അവർ മിണ്ടാതെ പോയിട്ടുണ്ട്. ഇത് നമ്മൾ എനിക്ക് തോന്നുന്നു മർക്കോസിന്റെ സുവിശേഷത്തില കർത്താവ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ആ മശിഹ സങ്കീർത്തനത്തിന്റെ 4-ാമത്തെ വാക്യം നോക്കി, 110:4. ആ ആ കണ്ടോ? നീ മൽക്കിസദേക്കിന്റെ ക്രമത്തിൽ അല്ലെങ്കിൽ വിധത്തിൽ, അക്കോർഡിംഗ് ടു മൽക്കിസദേക്ക്, മൽക്കിസദേക്കിന്റെ ക്രമത്തിൽ നീ എന്നേക്കും പുരോഹിതൻ എന്ന് യഹോവ സത്യം ചെയ്തു അനുദപിക്കുകയില്ല. അപ്പൊ അത് ആണയിട്ടതാ. ദൈവം എന്ത് ചെയ്യാ? സത്യം ചെയ്ത് ആണയിട്ടു. ആരോട്? യഹോവ എന്റെ കർത്താവിനോട്, ദാവീദിന്റെ കർത്താവിനോട് പിതാവായ ദൈവം എന്ത് ചെയ്യാ? പറയുക എന്ത്? ഈ പൗരോഹിത്യം കൊണ്ട് എന്ത് നടക്കില്ല? പൂർണ്ണത വരുത്താൻ കഴിയില്ല. നമ്മൾ 10-ാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തിൽ വായിക്കുന്നുണ്ട്, ആട്ടുകറ്റന്മാരുടെയും കാളക്കിടാങ്ങളുടെയും രക്തത്തിന് പാപങ്ങൾ അകറ്റാൻ ഒരു നാളും കഴിവുള്ളതല്ല, ന്യായപ്രമാണത്താൽ പൂർണ്ണത വരുന്നില്ലല്ലോ എന്ന് ഈ 7-ാം അധ്യായത്തിലുണ്ട്. നമ്മൾ പിന്നീട് ചിന്തിക്കും. അപ്പോൾ ദൈവം ഒരു പുതിയ ക്രമപ്രകാരം ഒരു പൗരോഹിത്യം കൊണ്ടുവന്നു. അതാണെന്ത്? മൽക്കിസദേക്കിൻ. നീ മൽക്കിസദേക്കിന്റെ ക്രമപ്രകാരം എന്നേക്കും പുരോഹിതൻ. അതാണ് ആണയുടെ വചനം. ആ ആണയുടെ വചനം ആരെ പുരോഹിതനാക്കുന്നു? 28 പോരുത്, 7:28. ന്യായപ്രമാണം ആരെ പുരോഹിതനാക്കുന്നു? ബലഹീന മനുഷ്യരെ പുരോഹിതന്മാരാക്കുന്നു. ആണയുടെ വചനം എന്നേക്കും തികഞ്ഞവനായ പുത്രനെ എന്ത് ചെയ്യുന്നു? പുരോഹിത. എന്നേക്കും തികഞ്ഞവനായ. അപ്പൊ ഇംപെർഫെക്റ്റ് ആയ ആളുകളാണ് ജനത്തിന്റെ മുമ്പിൽ നിന്ന് അല്ലെങ്കിൽ ജനത്തിന് വേണ്ടി എന്ത് ചെയ്യുന്നത്? അവരെ പെർഫെക്റ്റ് ആക്കാൻ, അവരെ കംപ്ലീറ്റ് ആക്കാൻ, അവരെ തികവുള്ളവരാക്കാൻ വേണ്ടി എന്ത് ചെയ്യുന്നത്? ശുശ്രൂഷ ചെയ്യുന്നത്. എന്നാൽ ഇതാ ഇവിടെ ഒരു മഹാപുരോഹിതൻ, ഇങ്ങനെയുള്ള മഹാപുരോഹിതനല്ലോ നമുക്ക്. ആ പുരോഹിതൻ നിന്നെ പോലെയല്ല, ഇവിടെയുള്ള മഹാപുരോഹിതന്മാരെ പോലെയോ പുരോഹിതന്മാരെ പോലെയല്ല. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 2001 മറ്റോ ആണ് ജോൺ പോൾ രണ്ടാമൻ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയുടെ മുമ്പിൽ 2 കൈ വിടർത്തിക്കൊണ്ട് പറഞ്ഞത്, എന്റെ പിഴ, എന്റെ വലിയ പിഴ എന്ന് പറഞ്ഞുകൊണ്ട് പിന്നാളുകളിലുള്ള ചരിത്രത്തിലുള്ള അനേക കോടിക്കണക്കിന് ആളുകൾ എന്ത് ചെയ്തിട്ടുണ്ട്? കൊന്നിട്ടുണ്ട്. ആ ഒരു ചരിത്രം പറയുന്നത് ക്രിസ്തുമാർഗത്തിൽ 12 കോടി രക്തസാക്ഷികൾ ഉണ്ടായിട്ടുണ്ട്. 12 കോടി. ആ 12 കോടിയിൽ 6 കോടിയും കത്തോലിക്ക മതത്തിന്റെ സംഭാവനയാണെന്നാണ് പറയുന്നത്. കത്തോലിക്ക മതം കൊന്നു തള്ളിയവരാണ്. നമ്മുടെ കയ്യിലിരിക്കുന്ന ഈ ബൈബിളൊക്കെ നിങ്ങൾക്കറിയാമോ? സത്യവേദ പുസ്തകത്തിന്റെ ഫസ്റ്റ് പ്രിന്റ് എപ്പോഴാ? എൻ്റെ ഫസ്റ്റ് പേജ് ഇല്ല. നിങ്ങൾ അതിനകത്ത് നോക്കിയാൽ കാണാൻ പറ്റുമോ? അതിനകത്ത് നോക്കി ഫസ്റ്റ് പ്രിന്റ് എപ്പോഴാന്ന് അതിനകത്ത് കാണാവോ? ഇല്ല. ഓക്കെ, കുഴപ്പമില്ല. എനിക്ക് തോന്നുന്നു 1921 മറ്റോ ആണെന്ന് തോന്നുന്നു. എന്നാൽ POC ബൈബിളൊക്കെ വളരെ ലേറ്റ് ആയിട്ട് 80കൾക്ക് ശേഷം വന്നതാണ്. 89 സംതിങ്ങിലായിട്ട് ആ സമയത്തെങ്ങാണ്ട്. അതെന്താ കാരണം? ബൈബിൾ ട്രാൻസ്ലേറ്റ് ചെയ്ത ലത്തീനിൽ നിന്ന് ബൈബിൾ ട്രാൻസ്ലേറ്റ് ചെയ്ത ജോൺ ഹസ്, ജോൺ വിക്ലിഫ്, വില്യം ടിൻഡെയിൽ എല്ലാവരും എന്ത് ചെയ്തു? ഞാൻ പറഞ്ഞതല്ല. VS അച്യുതാനന്ദ മുഖ്യമന്ത്രി ആയിരുന്ന സമയത്ത് പാഠാപുസ്തകത്തിൽ മാറ്റങ്ങൾ വരുത്തി. ചരിത്ര പുസ്തകത്തിൽ, ഹിസ്റ്ററിയിൽ 1ാമത്തെ പാഠെന്ന് പറയുന്നത് നവോത്ഥാന കാലഘട്ടമാണ്. അന്നത്തെ 10ാം ക്ലാസ്സിലെ ഹിസ്റ്ററിയിലെ 1ാമത്തെ പാഠം നവോത്ഥാന. ഞാൻ ആ പുസ്തകമായിട്ടാണ് പോവാ, സൂചകം പറയാം. അപ്പോൾ ആ 1ാമത്തെ പാഠം നവോത്ഥാനം, മിഡീവൽ ഹിസ്റ്ററി. മിഡീവൽ ഹിസ്റ്ററിയിൽ നടന്ന കാര്യം അതിനകത്ത് എഴുതിയിട്ടുണ്ട്. ഇതാരും പടച്ചുണ്ടാക്കുന്ന, നമ്മളുണ്ടാക്കിയത് കാര്യമല്ല. ജോൺ വിക്ലിഫിനെ
കൊന്നടക്കം ചെയ്തു. കുറെ നാള് ജയിലിൽ അടച്ചിട്ട് പിന്നീട് അടക്കം ചെയ്തു. അടക്കം ചെയ്ത് മരിച്ച് അദ്ദേഹത്തെ കൊന്നടക്കം ചെയ്തിട്ട് കുറെ വർഷങ്ങൾക്ക് ശേഷം കലി തീരാതെ ആ ശവക്കല്ലറയിൽ നിന്ന് അസ്ഥികൂടം എടുത്ത് കത്തിച്ച് സ്വിഫ്റ്റ് നദിയിൽ ഒഴുക്കിയെന്നാണ് പറയുന്നത്. ജോൺ ഹസിനെയൊക്കെ എരിച്ചാണ് കൊല്ലുന്നത്. അതിക്രൂരമായ നിലയിലാണ് ആളുകളെ കൊന്നിട്ടുള്ളത്. ബൈബിൾ ട്രാൻസ്ലേറ്റ് ചെയ്തവരെയും ബൈബിൾ വായിച്ചവരെയൊക്കെ നാവ് കൊടിലിട്ട് വലിച്ച് അറുത്ത് മാറ്റിയിട്ടുണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ബ്ലഡി മേരി എന്ന് പറയുന്ന ഒരു ക്യൂൻ ഉണ്ടായിരുന്നു. ക്യൂൻ മേരി എന്നാണ് അവരെ ശരിയായ പേര്. പക്ഷേ അവര് കുപ്രസിദ്ധിയിൽ വിളിക്കപ്പെടുന്ന ഒരു പേരാണ് ബ്ലഡി മേരി. അവര് വത്തിക്കാൻ എന്ന് പറയുന്ന അന്ന് കേവലം മതപരമായ സ്ഥാനം മാത്രമല്ല, പൊളിറ്റിക്കലായിട്ടുള്ള അവർക്ക് അധികാരങ്ങളുണ്ട്. അപ്പൊ ആ അധികാരത്തിൽ അവർ ഓർഡറുകൾ കൊടുക്കുകയാണ്. അവിടെ ഇന്ന ഏതെങ്കിലും ഒരു 10 കൽപ്പനകൾ കാണാതെ പഠിപ്പിച്ചതിന് 4 കുഞ്ഞുങ്ങളുടെ മാതാപിതാക്കന്മാരെ തൂണിൽ കെട്ടി എരിച്ചു കൊന്നു. ഈ ബ്ലഡി മേരിയുടെ സമയത്തൊക്കെ നടന്ന സംഭവങ്ങളിൽ ഒന്നാണ്. അതിന്റെ നമ്മൾ ഇന്ന് 10 കൽപ്പനയെ എടുത്തു പൊക്കുന്ന ആളുകൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. അങ്ങനെ അതുകൊണ്ടാണ് ഏറ്റവും ഈ എന്താ പറയുന്ന ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ ഞങ്ങളാണെന്ന് അഭിമാനിക്കുന്നവർ ബൈബിൾ അതാത് ഭാഷകൾ വരാതിരിക്കാൻ വേണ്ടി പരിശ്രമിക്കുകയും കൊന്നൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടുന്നത്, യേശു കർത്താവ് മഹാപുരോഹിതനായി സർവമാനവരുടെയും മധ്യസ്ഥനായി തികഞ്ഞവനായിട്ട് വന്നു. ലോകത്തിലെ മതങ്ങളെ നിങ്ങൾക്ക് ഇങ്ങനെ ഒരുവനെ അവതരിപ്പിക്കാൻ കഴിയുമോ? നിങ്ങൾ ആശ്രയിക്കുന്ന പുരോഹിതവർഗം അവരെല്ലാവരും കുറവുകളുള്ള, പാപമുള്ള, തെറ്റുകളുള്ള ആളുകളാണ്. എന്നാൽ നാം മാനവതയ്ക്ക് ദൈവം നൽകിയ ദാനമാണ്, ദൈവം ആണയിട്ട് നൽകിയ ദാനമാണ് മൽക്കിസദേക്കിന്റെ ക്രമപ്രകാരമുള്ള യേശുക്രിസ്തു എന്ന മഹാപുരോഹിതൻ. അവനാരാ? തികഞ്ഞവനാണ് എന്നാണ്. അവിടെ ഒരു വാക്ക് തെറ്റിദ്ധരിപ്പിക്കാൻ ചിലപ്പോൾ ആ പ്രയോഗം എന്നേക്കും തികഞ്ഞവനായ പുത്രൻ അല്ലേ, തീർന്ന പുത്രൻ. അപ്പൊ ആ പുത്രന് തികവില്ലേ? തികഞ്ഞവനായി തീർന്നതാണോ? അല്ലേ? ന്യായമായ ചോദ്യമല്ലേ? 5-ാം അധ്യായത്തിൽ നോക്കാം. ഇതേ കാര്യം 5-ാം അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്. 5-6 മുതൽ വായിക്കാം. 5-ാം അധ്യായത്തിന്റെ 6 മുതൽ വാക്യങ്ങൾ. ബെനിച്ചേട്ടാ സോറി, 5-1 മുതലുള്ള വാക്യം നമ്മൾ ഒന്നുകൂടി വായിക്കുകയാണ്. മനുഷ്യരുടെ ഇടയിൽ നിന്ന് എടുക്കുന്ന ഏത് മഹാപുരോഹിതനും പാപങ്ങൾക്കായി വഴിപാട് യാഗം അർപ്പിപ്പാൻ ദൈവകാര്യത്തിൽ മനുഷ്യർക്ക് വേണ്ടി. അപ്പോ മനുഷ്യരുടെ ഇടയിൽ നിന്നാണ് എടുക്കുന്നത്. ഫ്രം ദ പീപ്പിൾ ഫോർ ദ പീപ്പിൾ. മനുഷ്യരുടെ ഇടയിൽ നിന്ന് മനുഷ്യർക്ക് വേണ്ടിയാണ് എടുക്കുന്നത്. എന്നിട്ട് താനും 2-ാം വാക്യം, താനും ബലഹീനത പൂണ്ടവനാകിയാൽ അറിവില്ലാത്തവരോടും വഴിതെറ്റിപ്പോകുന്നവരോടും സഹതാപം കാണിപ്പാൻ കഴിയുന്നവനും ബലഹീനത നിമിത്തം ജനത്തിനു വേണ്ടി എന്ന പോലെ തനിക്ക് വേണ്ടിയും പാപയാഗം അർപ്പിക്കേണ്ടിയവനും ആകുന്നു. ഓക്കെ, അപ്പം അതിനകത്തൊരു ഗുണമുണ്ട്. അതെന്താ ഗുണം? ഈ മനുഷ്യരുടെ ഇടയിൽ നിന്ന് എടുക്കുന്നത് കൊണ്ടുള്ളൊരു ഗുണം, ഈ എടുക്കുന്ന ആളാരാ? ബലഹീനനാ, അറിവുകേട്, ബലഹീനത, വീഴ്ചകൾ ഒക്കെയുള്ള ആളാ. അപ്പൊ ആൾക്ക് എന്താ മനസ്സിലാക്കാൻ പറ്റും? ഈ മനുഷ്യരുടെയൊക്കെ ബലഹീനതകളെയും അറിവുകേടുകളൊക്കെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അങ്ങനെ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ആ 1-ാം വാക്യത്തിന്റെ 2-ാം വാക്യത്തിൽ വഴിതെറ്റിപ്പോകുന്നവരോടും സഹതാപം കാണിപ്പാൻ കഴിയും എന്നാണ്. അപ്പോൾ ഒരു ന്യായമായ സംശയം വരും, യേശുവിനത് കഴിയുമോ? യേശു ദൈവമല്ലേ? അപ്പൊ യേശുവിനത് കഴിയുമോ എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് അതാണല്ലോ യോബ് കരയുന്നേ. അവൻ ദൈവമല്ലേ? അപ്പൊ എനിക്ക് ആ ദൈവത്തിന് എന്റെ നടുവിൽ ഒരാൾ ആരാ ഉള്ളേ? അപ്പൊ യേശു ദൈവമല്ലേ? എനിക്ക് ആരോട് ചെന്ന് പറയാൻ ഇതാണല്ലോ പ്രശ്നം. അതുകൊണ്ടാണല്ലോ ഒത്തിരി മധ്യസ്ഥന്മാരെ വരുന്നത്. യേശുവിനോട് പറയാൻ വേറൊരു ആള്. അപ്പൊ ഈ തെറ്റിദ്ധാരണയിൽ നിന്ന് വരുന്ന ഒരു കാര്യമാണ്. അതാ ഇവിടെ പരിഹരിക്കുന്നത്.
ഇവിടെ സോൾവ് ചെയ്യുന്ന പ്രോബ്ലം അതാണ്. 6-ാം വാക്യം. ഇനിയാണ് 6-ാം വാക്യം. അങ്ങനെ മറ്റൊരിടത്തും നീ മൽക്കിസദേക്കിന്റെ ക്രമപ്രകാരം എന്നേക്കും ഒരു പുരോഹിതൻ എന്ന് പറയുന്നു. ക്രിസ്തു തന്റെ, അവിടെ നിന്നാണ് തുടങ്ങേണ്ടത്, ക്രിസ്തു തന്റെ ഐഹിക ജീവകാലത്ത് തന്നെ മരണത്തിൽ നിന്ന് വിടുവിപ്പാൻ കഴിയുന്നവനോട് ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടെ അപേക്ഷയും അഭയാചനയും കഴിക്കുകയും ഭയഭക്തി നിമിത്തം ഉത്തരം ലഭിക്കുകയും ചെയ്തു. യേശുവിന് എന്തുണ്ട്? ഒരു ഐഹിക ജീവകാലം. ക്രിസ്തു തന്റെ ഐഹിക ജീവകാലത്തെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? അതിൽ നമ്മൾ പറഞ്ഞ പോലെ ഒരു ഡോറ് തുറന്നിട്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ എന്താ? മറ്റേ ഡോറ് അടച്ചിട്ടിരിക്കുന്നു അല്ലേ? ക്രിസ്തു തന്റെ ഐഹിക ജീവകാലത്ത് ഭൂമിയിൽ ജീവിക്കുന്ന സമയത്ത്, അടുത്ത വാക്യം കൂടെ വായിക്കാം, 8-ാം വാക്യം. പുത്രനെങ്കിലും താൻ അനുഭവിച്ച കഷ്ടങ്ങളാൽ അനുസരണം പഠിച്ച് തികഞ്ഞവനായി, കണ്ടോ 7:28 തികഞ്ഞവനായി തീർന്നു, എന്നേക്കും തികഞ്ഞവനായി തീർന്ന പുത്രനെങ്കിലും താൻ അനുഭവിച്ച കഷ്ടങ്ങളാൽ അനുസരണം പഠിച്ച് തികഞ്ഞവനായി തന്നെ അനുസരിക്കുന്നവർക്ക് നിത്യരക്ഷയ്ക്ക് കാരണഭൂതനായി തീർന്നു. പുത്രനെങ്കിലും ആരാ? യേശു കർത്താവ്. ആരാ? പുത്രനാ, നിത്യപുത്രനാ. നിത്യപുത്രത്വത്തിൽ അവൻ എന്തുണ്ട്? അവൻ ആരാ? തികഞ്ഞവനാ. അവൻ തികഞ്ഞവനാ. നിത്യപുത്രത്വത്തിൽ അവൻ തികഞ്ഞവനാ. ഹി ഈസ് പെർഫെക്റ്റ്, ഹി ഈസ് കംപ്ലീറ്റ്. അവനിലല്ലോ ദൈവത്തിന്റെ സർവസമ്പൂർണതയും ദേഹവുമായി വസിക്കുന്ന. എങ്കിലും അവൻ മനുഷ്യനായി വന്നപ്പോൾ തന്റെ ഐഹിക ജീവകാലത്ത് എന്ത് ചെയ്തു? താൻ അനുഭവിച്ച കഷ്ടങ്ങളാൽ അനുസരണം പഠിച്ച് തികഞ്ഞവനായി. അവൻ മനുഷ്യനായി വന്നപ്പോൾ മനുഷ്യരുടെ ഇടയിൽ നിന്നല്ല, ദൈവത്തിൽ നിന്നാണ് അവൻ മനുഷ്യർക്ക് വേണ്ടി മഹാപുരോഹിതനായി വന്നത്. പക്ഷേ ആരായി തീർന്നു? മനുഷ്യനായിട്ട് വന്നു. മനുഷ്യരുടെ ഇടയിൽ നിന്ന് ബലഹീനനായ മനുഷ്യനല്ല നമുക്ക് ആവശ്യം. ദൈവത്തിൽ നിന്ന് വന്ന സ്വർഗത്തേക്കാൾ ഉന്നതനായി തീർന്ന, എങ്കിലും പുത്രനെങ്കിലും മനുഷ്യനായി തീർന്നിട്ട് അവന് മശിഹാപുത്രത്വത്തിൽ അവൻ എന്ത് ചെയ്തു? അല്ലയോ യഹോവസാക്ഷികളോട് പറയാനുള്ളത് അതാണ്. യേശു പ്രാർത്ഥിച്ചില്ലേ? യേശു പിതാവ് പറഞ്ഞത് കേട്ടില്ലേ? കേട്ടു. പുത്രനെങ്കിലും. എന്തിനാ കേട്ടെ? നിന്നെ രക്ഷിക്കാനാണ്. അവൻ പുത്രനെങ്കിലും. അവനിതൊന്നും ആരെ അനുസരിക്കേണ്ട ആവശ്യം ഇല്ല. അവൻ ആർക്കും വിധേയപ്പെടേണ്ട ആവശ്യമില്ല. അവൻ സകലത്തിന്റെയും സകലം അവൻ മുഖാന്തരം ഉളവായി, സകലം അവൻ മുഖാന്തരം അവനായിട്ട് സൃഷ്ടിക്കുക. അവൻ സകലത്തിന് ആധാരമാണ്. പക്ഷേ അവൻ നിന്നെ രക്ഷിക്കാൻ മതിയായ മഹാപുരോഹിതനാണ് തെളിയിക്കേണ്ടതിന് എന്ത് ചെയ്തു? പുത്രനെങ്കിലും താൻ അനുഭവിച്ച കഷ്ടാനുഭവങ്ങളാൽ അനുസരണം പഠിച്ച് തികഞ്ഞവനായി. അനുസരണം പഠിച്ച് തികഞ്ഞവനായി എന്ന് പറഞ്ഞാൽ മനുഷ്യത്വത്തിൽ അവൻ ആരാണെന്ന് തെളിയിച്ചു, തികഞ്ഞവനാണെന്ന്. നിത്യപുത്രത്വത്തിൽ അവൻ തികഞ്ഞവനാണ്. മശിഹാപുത്രത്വത്തിലും അവൻ തികഞ്ഞവനാണ് എന്ന് തെളിയിച്ചു. അങ്ങനെ തെളിയിച്ച യേശുവിനെ സ്വീകരിക്കൂ മഹാപുരോഹിതനായി. ബാക്കിയുള്ളവരൊക്കെ എന്ത് ചെയ്യൂ? കളയൂ. പറയുക, യഹൂദ മതത്തിൽ നിന്ന് വന്ന സഹോദരങ്ങളോട് പറയുക, ഇനി അവരെ നിങ്ങൾ എന്ത് ചെയ്യരുത്. ആ പൗരോഹിത്യ വസ്ത്രവും അതിന്റെ കെട്ടും ഭാവങ്ങളും അതിന്റെ ധൂപകലശങ്ങളും അതിന്റെ പുകയും ഇതൊന്നും നിങ്ങളുടെ മനസ്സിലേക്ക് ഇനി വരണ്ട. അതുകൊണ്ടൊന്നും ഒരു പ്രയോജനവും ഇല്ല. ഇവിടെ നോക്കൂ യേശുവിനെ. അതുകൊണ്ട് വിശുദ്ധ സഹോദരന്മാരെ, സ്വർഗീയ വിളിക്കോ ഓരക്കാരായുള്ളവർ, നാം സ്വീകരിച്ചു പറയുന്ന അപ്പോസ്തലനും മഹാപുരോഹിതനുമായ യേശുവിനെ നോക്ക്, താരതമ്യം ചെയ്യ്. അതുകൊണ്ട് നമുക്ക് ഓർക്കാനുള്ളത് അവിടെ അപ്പുറത്ത് എത്ര വലിയ കാര്യങ്ങളുണ്ട് എന്നുള്ളത് അല്ല, ഇവിടെ ആര് ഉണ്ട് എന്നുള്ളതാണ്. ഇവിടെ ആരുണ്ട്? യേശു ഉണ്ട്. യേശു ഉണ്ടെങ്കിൽ എല്ലാമായി. യേശു ഇല്ലാതെ ഇനി ലവോദിക്ക സഭയിൽ ആരില്ല? യേശുവില്ല. യേശു പുറത്താ. എന്റെ ജീവിതത്തിന് ഞാൻ യേശു ഇല്ലാതെ എന്തു പറഞ്ഞിട്ടും കാര്യമില്ല. എന്റെ വീട്ടിൽ യേശുവുണ്ടോ? എന്നിൽ യേശുവുണ്ടോ? ഞങ്ങളുടെ സഭയിൽ യേശുവുണ്ടോ? യേശുവാണോ നടുനായകത്വം വഹിക്കുന്നത് എങ്കിൽ നിങ്ങൾ തികഞ്ഞവരാണ്, പൂർണ്ണരാണ്. യേശുവില്ലേ? യേശു പുറത്താണ്. എബ്രായ ലേഖനത്തിൽ ഒരു ടെൻസ് എന്ന് പറയുന്നത് വ്യാകരണത്തിൽ പറയുമ്പോൾ, കാലത്തിൽ പറയുമ്പോൾ
ആകുന്നു. പ്രസന്റ് ടെൻസിലാണ്. ഈ നമ്മൾ രക്ഷയെക്കുറിച്ച് പ്രസന്റ് ടെൻസിലാണ് എന്ന് പറഞ്ഞാൽ തെറ്റിദ്ധരിക്കരുത്. രക്ഷിക്കപ്പെട്ടു എന്നുള്ളത് അതിനെ വിപരീതമായിട്ട് പറയുകയല്ല. എബ്രായ ലേഖനത്തിൽ പറയുമ്പോൾ എന്താ? പ്രസന്റ് ടെൻസിലാണ്. ഞാനത് ഒന്ന് സൂചിപ്പിച്ചത് 3-ാം 6-ാം വാക്യത്തിലും മറ്റെല്ലാ വാക്യങ്ങളും ശ്രദ്ധിച്ചാൽ നമുക്കറിയാം. അങ്ങനെ നാം നമ്മുടെ പ്രത്യാശയും പ്രശംസയും അവസാനത്തോളം മുറുകെ പിടിച്ചാൽ നാം തന്നെ അവന്റെ ഭവനം ആകുന്നു. ആകുമെന്നല്ല, അവസാനത്തോളം മുറുകെ പിടിച്ച ആകുന്നല്ല, പിന്നെ ആകുന്നു. ആകുന്നു. അതുകൊണ്ട് ഇടയ്ക്ക് വെച്ച് ഒരാൾ പോയാൽ അതിന്റെ അർത്ഥം ആള് വിശ്വാസത്തിൽ നിന്ന് പിന്മാറിയെന്നല്ല, വിശ്വസിച്ചിട്ടില്ല എന്നാണ് അതിന്റെ അർത്ഥം. നാമോ നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല. എബ്രായ ലേഖനം 10:36 മുതലുള്ള വാക്യം പറയുന്നത്. നാമോ നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല, വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിച്ചവരുടെ കൂട്ടത്തിലാണ്. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല, വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിച്ചവരുടെ കൂട്ടത്തിലാണ്. അപ്പൊ അവരെന്ത് ചെയ്തിട്ടില്ല? സിമ്പിളാ കാര്യം. അപ്പൊ പ്രസന്റ് ടെൻസിലാണ്, വർത്തമാനകാലത്തിലെ എബ്രായ ലേഖനത്തിലെ കാര്യം വിശദീകരിച്ചിരിക്കുന്നത്. യേശുവിനെ മഹാപുരോഹിതനായിട്ട് എന്ത് ചെയ്യണം? അംഗീകരിക്കണം. വേറെ ആരും എന്തില്ല, ഒരു പൗരോഹിത്യവും കംപ്ലീറ്റ് അല്ല, മനുഷ്യരെ രക്ഷിക്കാൻ പര്യാപ്തമല്ല. ഒരു കാര്യം കൂടെ അതിൽ നിന്നൊരു ഒരു പ്രബോധനം പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. 5-ാം അധ്യായത്തിന്റെ 4-ാം അധ്യായത്തിന്റെ 14-ാം വാക്യം, 14-15. ആകയാൽ ദൈവപുത്രനായ യേശു ആകാശത്തിൽ കൂടി കടന്നുപോയൊരു ശ്രേഷ്ഠ മഹാപുരോഹിതനായി നമുക്കുള്ളത് കൊണ്ട് നാം നമ്മുടെ സ്വീകാര്യം മുറുകെ, അക്സെപ്റ്റൻസ്, സ്വീകാര്യത. യേശുവിനെ പിടിച്ചാൽ എവിടെ പ്രവേശനമുണ്ട്? ദൈവസന്നിധിയിൽ പ്രവേശനമുണ്ട്, ദൈവത്തിങ്കിലേക്ക് പ്രവേശനമുണ്ട്, ദൈവസന്നിധി സ്വീകാര്യത. അത്രേ ഉള്ളൂ. നീ ആരെ പിടിച്ചിട്ടൊരു കാര്യമില്ല. ലോകത്തിലെ എത്ര വലിയ മതത്തിന്റെ ആളായാലും ഒരു പ്രയോജനവും ഇല്ല ആരില്ലെങ്കിൽ യേശു മാത്രം. യേശു മാത്രം. യേശുവിന്റെ കൂടെ ഇവര് പറ്റില്ല. ആര് മാത്രം? അവൻ മാത്രമാണ് മഹാപുരോഹിതൻ. മൽക്കിസദേക്കിന്റെ ക്രമത്തിൽ വേറെ പുരോഹിതന്മാരുണ്ടോ? അഹരോന്റെ വംശാവലിയിൽ അഹരോന്റെ മക്കൾ, പിന്നെ മക്കൾ, പിന്നെ മക്കളൊക്കെ ആരാ? യേശു ആരുടെ ക്രമത്തിലാ? മൽക്കിസദേക്ക്. അവിടെ വേറെ ആരുമില്ല, യേശു മാത്രം. യേശു മാത്രം. നാം നമ്മുടെ സ്വീകാര്യം മുറുകെ പിടിച്ചുകൊള്ളുക. നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല, പാപമൊഴികെ സർവത്തിലും നമുക്ക് തുല്യനായി പരീക്ഷിക്കപ്പെട്ടവനത്രേ നമുക്കുള്ളത്. അതുകൊണ്ട് അറിയാവുന്ന വാക്യം ഒന്ന് പറഞ്ഞേ. അതുകൊണ്ട് കരുണ ലഭിപ്പാനും തത്സമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തിനടുത്ത് ചെല്ലുക. യേശു അവിടെ ഉണ്ട്. യേശു എവിടെയുണ്ട്? 10-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുള്ള 19 മുതലുള്ള വാക്യങ്ങളിൽ യേശു തന്റെ ദേഹമെന്ന അതുകൊണ്ട് സഹോദരന്മാരെ, യേശു തന്റെ ദേഹമെന്ന തിരശ്ശീലയിൽ കൂടെ നമുക്ക് വേണ്ടി പ്രതിഷ്ഠിച്ച ജീവനുള്ള പുതുവഴിയായി തന്റെ രക്തത്താൽ വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള പ്രവേശനത്തിലുള്ള ധൈര്യവും ദേവാലയത്തിൽ ഒരു മഹാപുരോഹിതനും നമുക്ക് എവിടെ 14-ാം വാക്യത്തിൽ എവിടെ മഹാപുരോഹിതൻ? എതിലെ അവൻ കൃപാസനത്തിലേക്ക് ചെന്നത്? ആകാശത്തിൽ കൂടെ കടന്നുപോയ ഒരു ശ്രേഷ്ഠ. ഇവ അങ്ങോട്ട് കടന്നിട്ട് പിന്നെ ഇങ്ങോട്ട് കടന്ന്, പിന്നെ അങ്ങോട്ട് കടന്ന്, പിന്നെ ഇങ്ങോട്ട് കിടക്കുന്നതല്ല. ആകാശത്തിൽ കൂടെ കടന്നുപോയ ഒരു ശ്രേഷ്ഠ മഹാപുരോഹിതനുണ്ട്. അവനാ അതിവിശുദ്ധ മന്ദിരത്തിൽ, സ്വർഗീയമായതിന്റെ ദൃഷ്ടാന്തത്തിലല്ല, സ്വർഗീയമായതിൽ അവനെന്ത് ചെയ്യുന്നു? സ്തോത്രം. നമുക്ക് വേണ്ടി അവനെന്ത് ചെയ്യുക? അങ്ങോട്ട് നമ്മൾ ചെന്ന് പറയാൻ വേണ്ടി കർത്താവ് എന്ത് ചെയ്യുക? കാത്തിരിക്കുക. എന്തിന്? കരുണ പ്രാപിപ്പാനും തത്സമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനുമായി. ധൈര്യത്തോടെ ചെല്ലാൻ പറ്റുമോ? പഴയ നിയമത്തിൽ ധൈര്യത്തോടെ ചെല്ലാൻ പറ്റുമോ? ചെല്ലാനാണോ പറഞ്ഞിരിക്കുന്നത്? എന്താ പറഞ്ഞിരിക്കുന്നത്? അടുത്ത് വരരുത് എന്ന ശബ്ദം അവർക്ക് സഹിച്ചുകൂടാഞ്ഞു എന്നാണ് നമ്മൾ വായിക്കുന്നത്. അടുത്ത് വരരുത് എന്നാ. ഞാൻ ചോദിക്കട്ടെ, എപ്പിസ്കോപ്പൽ മതങ്ങളിലുള്ള സഹോദരങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങൾക്ക് നേരിട്ട് ചെന്ന് യേശുവിനോട് പറയാൻ പറ്റുമോ? ഒരു പുരോഹിതനില്ലാതെ പറയാൻ പറ്റുമോ? പറ്റില്ല. കാരണം അവിടെ എന്തുണ്ട്? ആ തിരശ്ശീല നിങ്ങൾ ഇന്നും കെട്ടിത്തൂക്കിയിരിക്കുകയല്ലേ?
യേശു അത് ചീന്തിക്കളഞ്ഞു. യേശു ആകാശത്തിൽ കൂടെ കടന്നുപോയി സ്വർഗീയ മന്ദിരത്തിൽ നിങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യുന്നു? പൗരോഹിത്യം. അവന്റെ അടുക്കിലേക്ക് ധൈര്യത്തോടെ ചെല്ലുക. ആ അതിവിശുദ്ധ സ്ഥലത്തേക്ക് ധൈര്യത്തോടെ ചെല്ലുക. അവൻ കൃപ കാണിക്കാൻ മതിയായവന, സഹായിക്കാൻ മനസ്സൊരുക്കമുള്ള. ബലഹീനത ആയിക്കോട്ടെ, ബലഹീനത ആയിക്കോട്ടെ. മനുഷ്യന്റെ ഏറ്റവും വലിയ കുഴപ്പം എന്നാ പറയുക? ചെന്ന് പറയാത്തതാ. യേശുവോട് പറയായക മൂലമത്രേ സർവവും. യേശുവിനോട് പറഞ്ഞാൽ മതി, അവൻ കാത്തിരിക്കും. യേശു പറഞ്ഞ കാര്യം എഴുതിയിട്ടുണ്ട്. നമ്മൾ 5:7 വായിച്ചതാ. ക്രിസ്തു തന്റെ ഐഹിക ജീവകാലത്ത് തന്നെ മരണത്തിൽ നിന്ന് വിടുവിപ്പാൻ കഴിയുന്നവനോട് ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടെ അപേക്ഷയും അപയാചനയും കഴിക്കുകയും ഭയഭക്തി നിമിത്തം ഉത്തരം. അതേതാ സംഭവം? അതേത് സംഭവത്തെക്കുറിച്ച് അവിടെ പറഞ്ഞിരിക്കുന്നത്? തന്നെ മരണത്തിൽ നിന്ന് വിടുവിപ്പാൻ കഴിയുമെന്നോട് ക്രിസ്തു ഉറച്ച നിലവിളിയോടുകൂടെ പ്രാർത്ഥിച്ചത് സംഭവം എവിടെ വെച്ചാ? ഗത്സമനയിൽ വെച്ചല്ലേ? കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്താ? മരണം നീങ്ങാൻ വേണ്ടി പ്രാർത്ഥിച്ചു. ഭയഭക്തിയോടുകൂടെ ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടെ പ്രാർത്ഥിക്കുകയും ഭയഭക്തി നിമിത്തം ഇവിടെ എന്താ വായിച്ച നമ്മള്? ഉത്തരം ലഭിച്ചോ? 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 ലഭിച്ചെന്നാ ഇവിടെ പറഞ്ഞിരിക്കുന്നത് അല്ലേ? ഭയഭക്തി നിമിത്തം ഉത്തരം ലഭിച്ചു. ഒന്നാമത്തെ ഉത്തരം. ആ പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ പിതാവ് എന്ത് ചെയ്തു? ഒരു ദൂതനെ അയച്ച് അവനെ ശക്തിപ്പെടുത്തി. എന്തിനാ ശക്തി? നമ്മൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ രോഗം മാറ്റണം, പ്രശ്നങ്ങളെ മാറ്റണം, അല്ലേ? ബുദ്ധിമുട്ടുകളെ മാറ്റണം. പക്ഷെ അവനെന്ത് തരും? കൃപാസനത്തിൽ ചെന്നാൽ എന്ത് കിട്ടും? കൃപ കിട്ടും, ശക്തി കിട്ടും, ഈ രോഗത്തെ തരണം ചെയ്യാൻ. ഈ പാനപാത്രം കുടിക്കാനുള്ള ശക്തി കൊടുത്തു. അപ്പോഴും ഉത്തരമായില്ലല്ലോ ബ്രദറെ. ഇല്ല, ഉത്തരമായില്ല. കാരണം മരിച്ചല്ലോ. ഉത്തരം കിട്ടി. എപ്പോ കിട്ടി? അവൻ തന്റെ പരിശുദ്ധനെ ദ്രവത്വം കാണുവാൻ അനുവദിക്കില്ല എന്നുകൊണ്ട് പറഞ്ഞുകൊണ്ട് അവൻ തന്റെ പരിശുദ്ധനെ 3-ാം നാളിൽ ഉയർത്തെഴുന്നേൽപ്പിച്ചു. മരണത്തിൽ നിന്ന് വിടുവിക്കാനല്ലേ പ്രാർത്ഥിച്ച്? വിടുവിച്ചു. 3-ാം നാൾ ഉയർത്തെഴുന്നേൽപ്പിച്ചു. സകല നാമത്തിനും തികഞ്ഞവനാണെന്ന് സ്ഥാപിച്ചു. തന്നെ അനുസരിക്കുന്നവർക്ക് നിത്യരക്ഷയുടെ കാരണഭൂതനാക്കി. അങ്ങനെ കാരണഭൂതനാകണേ എന്ത് ചെയ്യണം? ഈ കഷ്ടം മുഴുവൻ എന്ത് ചെയ്യണം? അനുഭവിക്കണം. അങ്ങനെ ആരുണ്ട്? അങ്ങനെ ആരുമില്ല. അത് യേശു മാത്രമേ ഉള്ളൂ. എല്ലാറ്റിനും നമുക്ക് മാതൃകയാരാ? രക്ഷയ്ക്കും ജീവിതത്തിനും നമ്മുടെ ബലഹീനതകളിലും പ്രയാസങ്ങളിലും വേദനകളിലും രോഗത്തിലും സാമ്പത്തിക ബുദ്ധിമുട്ടുകളിലും ഒറ്റപ്പെടുത്തുമ്പോഴും അവൻ പാപിയല്ല, പക്ഷെ പാപത്തിന്റെ വേദന അവൻ അനുഭവിച്ചു. അവൻ ബലഹീനനല്ല, പക്ഷെ അവൻ ബലഹീനതകളിൽ കൂടെ പോയിട്ടുണ്ട്. അവൻ വിശന്നിട്ടുണ്ട്, അവൻ ദാഹിച്ചിട്ടുണ്ട്, അവൻ ഒറ്റപ്പെട്ടിട്ടുണ്ട്, അവൻ ഭീഷണി കേട്ടിട്ടുണ്ട്, അവൻ അടിയേറ്റിട്ടുണ്ട്, അവൻ വേദന സഹിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മെ സഹായിപ്പാൻ, നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ അവനെ പോലെ ആരുമില്ല. ദൈവവചനങ്ങളാ നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. കർത്താവിന്റെ നാമം വാഴ്ത്തട്ടെ.